ആറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി ഈ മിനിസ്ട്രിയുമായി ഗ്രേസ് പ്രയർ ഫെലോഷിപ്പുമായി ഒരുമിച്ച് കടന്നു വരുവാൻ, ദൈവത്തിന്റെ വചനം പങ്കിടുവാൻ തക്കവണ്ണം അടിയന്റെ ജീവിതത്തിലും ദൈവം ഒരുക്കിയ ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇത് ലീഡ് ചെയ്യുന്ന ബീന സിസ്റ്ററിനെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഒരുമിച്ച് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം തന്ന നല്ല ഭാഗ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരെയും ദൈവനാമത്തിൽ ഞാൻ ഒരിക്കൽ കൂടി നന്ദിയും ഹല്ലേലൂയ ദൈവത്തിന്റെ വന്ദനവും അറിയിച്ചു കൊള്ളുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. കഴിഞ്ഞ ചില മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ, ആത്മാവിൽ ആരാധിക്കുവാൻ, ആത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം യുദ്ധം ചെയ്യുവാൻ ദൈവത്തിന്റെ ജനമാകിയ നമുക്ക് ദൈവം ഒരുക്കിയ ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. തന്റെ ദാസിയുടെ ശുശ്രൂഷകളെയൊക്കെയും സ്വർഗം ഏറ്റവും അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ദൈവത്തോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ ഇന്നലെ വരെ കാണാത്ത ഒരു അനുഗ്രഹത്താൽ, ഇന്നൊരു പുതിയ അനുഗ്രഹത്താൽ സ്വർഗം നിറയ്ക്കുവാനായി ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആരും നശിച്ചു പോകാതിരിക്കേണ്ടതിന് നിത്യജീവനെ നൽകുവാൻ തക്കവണ്ണം ഈ ലോകത്തെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്റെ പുത്രനെ ഹല്ലേലൂയ തന്ന നമ്മുടെ കർത്താവിന്റെ ഹല്ലേലൂയ സാന്നിധ്യം ഇതിന്റെ മധ്യത്തിലുണ്ട്. പ്രിയ ലിസിയാൻഡി ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കാണുവാൻ ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളെ സഹായിച്ചതിനായി സ്തോത്രം. ഈ പ്രഭാതത്തിലും ദൈവത്തിന്റെ വലിയൊരു കരുണ നമ്മുടെ മേൽ കടന്നു വരുവാനായി, ദൈവത്തിന്റെ വലിയൊരു ഫേവർ ഹല്ലേലൂയ അവൻ പ്രസാദിക്കണം. നമ്മുടെ കർത്താവ് നമ്മളിൽ പ്രസാദിക്കണം. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിന്റെ പ്രസാദത്തിലാണ് ഹല്ലേലൂയ സ്തോത്രം സകല നന്മകളും അടങ്ങിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നമ്മൾ കൂടി വരുന്നിടത്തൊക്കെയും അവന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പനിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായി ദൈവകരങ്ങളിൽ നമുക്ക് ഒരു വചനത്തെ ഹല്ലേലൂയ ധ്യാനിക്കാം. അതിനായി നമുക്ക് ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിന്റെ ഹല്ലേലൂയ സ്തോത്രം 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 10 മുതൽ 13 വരെയുള്ള വചനം നമുക്ക് വായിക്കാം. ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 10 മുതൽ 13 വരെയുള്ള വചനം നിങ്ങൾ വായിച്ചോളൂ. പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിന്റെ നിമിത്തം പഴയത് പുറത്തിറക്കുകയും ചെയ്യും. ഞാൻ എന്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും. എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കയില്ല. ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. നിങ്ങൾ മിസ്രൈമ്യർക്ക് അടിമകളായി ആകാതിരിക്കാനും അവരുടെ ദേശത്ത് നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകങ്ങളൊടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. ആമേൻ. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകിയ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗപിതാവേ, ഈ പ്രഭാത സമയത്ത് കർത്താവേ, പ്രഭാതയാമത്തിൽ നിന്റെ മക്കളെ വിടുവിക്കുവാൻ, രക്ഷിക്കുവാനായി ഹല്ലേലൂയ അവരുടെ പ്രശ്നങ്ങളുടെ മേൽ നടന്നു വന്നവനാകിയ കർത്താവേ, ഇന്ന് പകൽകാലം അപ്പച്ച ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്റെ സന്നിധി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം. പലപ്പോഴും നിന്റെ ദാസി പാടിയതുപോലെ വൻമഴ ചൊരിയുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ നദി പൊങ്ങി വരുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കാറ്റ് വല്ലാതെ അടിക്കുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇതിലൊക്കെയും ക്രിസ്തു എന്ന പാറമേൽ വീട് പണിതവൻ ഒരിക്കലും ഹല്ലേലൂയ നിലംപരിചയാകുകയില്ല എന്നുള്ള വേദവചന പ്രകാരം അപ്പച്ച ഇന്ന് പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിൽ ക്രിസ്തു എന്ന പാറമേൽ ഉറപ്പുള്ളവരായി നിൽക്കുന്ന ദൈവജനത്തോടു കൂടെ അല്പനിമിഷം കർത്താവെ ആരാധിപ്പാൻ, അല്പനിമിഷം ഹല്ലേലൂയ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ, അല്പനിമിഷം കൂട്ടായ്മ ഹല്ലേലൂയ ആചരിപ്പാൻ, ഹല്ലേലൂയ അല്പനിമിഷം തിരുവചനം ഞങ്ങൾ ധ്യാനിക്കുവാനായി ഞങ്ങളെ തന്നെ കൂട്ടിവരുത്തിയ നിന്റെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ തിരുക്കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. അപ്പാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ പകർന്നു തന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, നിന്റെ ജനത്തിന്റെ മേൽ നീ കരുണ കാണിക്കണമേ. നിന്റെ ജനത്തിന്റെ മേൽ നിന്റെ ദയ അയക്കുമാറാകണമേ. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഈ പ്രഭാതത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു
കടന്നു വന്നിരിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി നീ അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ. അപ്പ യോബ് പറഞ്ഞതുപോലെ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അതിന്റെ പുറകിൽ ചില അത്ഭുത പ്രവർത്തികളുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല, അറിയാതെ ചിലത് ഞാൻ പറഞ്ഞുപോയി. എന്നാൽ ഇപ്പോഴോ ഇതോ ഞാൻ കർത്താവേ ഹല്ലേലൂയ എന്നെ തന്നെ വെറുത്ത് നിന്റെ സന്നിധിയിൽ ഞാൻ അനുദപിക്കുന്നു. ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തെ കർത്താവേ ഹല്ലേലൂയ നിന്റെ ജനത്തോട് നീ മനസ്സലിയണമേ. ഹല്ലേലൂയ കഴിഞ്ഞ നാളുകളിൽ കടന്നു വന്ന പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ നിമിത്തം അറിയാതെ പറഞ്ഞു പോയത്, ഹല്ലേലൂയ അറിയാതെ നിരൂപിച്ചു പോയത്, നിന്റെ ഉദ്ദേശത്തിന് വിരോധമായി ചിന്തിച്ചു പോയതൊക്കെയും അപ്പച്ച ഞങ്ങളിൽ നിന്ന് ക്ഷമിച്ച് ഞങ്ങളെ കർത്താവെ കഴുകി ശുദ്ധീകരിച്ച് ഈ പുതിയ പ്രഭാതം ഞങ്ങളെ ഒന്ന് പുതിയതാക്കി മാറ്റണമേ. പുതിയ അനുഗ്രഹത്തിലേക്ക് ഞങ്ങൾ വഴി നടക്കുവാൻ സഹായിക്കണമേ. അങ്ങയുടെ ഉദ്ദേശം തിരിച്ചറിയുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങയുടെ സാധ്യതകളെ മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ശുശ്രൂഷയെ നീ അനുഗ്രഹിക്കുമാറാകണമേ. ഈ തിരുവചനത്തിൽ കൂടി നിന്റെ ജനത്തിന് ആവശ്യമായ മന്ന ഈ പ്രഭാതത്തിൽ നീ കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉടരമനക ശാന്തരാധന അദ്ദൽ കടകസ്യാരകതരമനക ശാന്തരേതനെ ധീരാധരകരാജന ഹംദൽ പ്രൗഢപരികത്യ അദുരാധനാദല ഹംദൽ കടകസ്യാരകതരമനക ശാന്തരേതന. ആകാശത്തിന്റെ പലകണികളെ തുറന്ന് ഇടം കൊള്ളാതെ അനുഗ്രഹിക്കുന്നവനായ ദൈവത്തിന്റെ സാന്നിധ്യം ഹല്ലേലൂയ ഇന്ന് പകൽകാലം ഈ പ്രഭാതത്തിൽ ഓരോ ഭവനത്തിനകത്തും ഹല്ലേലൂയ ഉലാവുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അങ്ങയുടെ തിരുനാമ മഹത്വത്തിന് വേണ്ടി, അങ്ങയുടെ ഉദ്ദേശത്തിന് വേണ്ടി, അങ്ങയുടെ സാധ്യതകൾക്ക് വേണ്ടി, അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾക്ക് വേണ്ടി നിന്റെ ജനത്തെ നീ ഒരുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ. ഇന്ന് പകൽകാലം നിനക്ക് വേണ്ടി ഞങ്ങൾ ചിലത് ചെയ്യുവാൻ, തിരുനാമ മഹത്വത്തിന് വേണ്ടി ഞങ്ങൾ നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഒരു പുതിയ അഭിഷേകം നിന്റെ ജനത്തിന്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവ സാന്നിധ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ വായിച്ച വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ലേവ്യ പുസ്തകത്തിൽ ഹല്ലേലൂയ മോശയിൽ കൂടി എഴുതപ്പെട്ട, മോശയിൽ കൊടുത്ത കൽപ്പനകളും പ്രമാണങ്ങളും യാഗങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം നിയമങ്ങളും ഒക്കെയും കൊടുത്തു വന്നിട്ട് അവസാനമായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ പറയുന്ന ചില വചനങ്ങളിൽ ഹല്ലേലൂയ ചില വചനങ്ങളാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അവിടെ പറയുന്നത്, നിങ്ങൾ പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിന്റെ നിമിത്തം പഴയത് പുറത്തിറക്കുകയും ചെയ്യും. ആമേൻ, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവജനത്തോട് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം 2025 എന്നല്ല, 2026 തുടങ്ങി ഈ 2 മാസക്കാലങ്ങൾ നിങ്ങൾ ശേഖരിച്ച കുറെ ധാന്യങ്ങളുണ്ട്. ഹല്ലേലൂയ നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം കൊയ്തെടുത്ത ചില ധാന്യങ്ങളുണ്ട്. നിങ്ങളുടെ കളപ്പുരയിൽ നിങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്ന ധാന്യങ്ങളുണ്ട്. എന്നാൽ ഈ 2026 ഫെബ്രുവരി മാസം 21-ാം തീയതി ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ കൂടി നിങ്ങളോട് പറയുന്നത്, ഹല്ലേലൂയ പഴയത് ഭക്ഷിക്കാനുള്ളതൊക്കെ നിങ്ങൾ മാറ്റിവെച്ചോ, എന്നാൽ പുതിയത് നിമിത്തം നിങ്ങൾ പഴയതിനെ ഇറക്കണം, പഴയതിനെ ഇറക്കണം. ഉദാരമനക ശാന്തരേതന ഹല്ലേലൂയ പഴയത് നിങ്ങൾ പുറത്തിറക്കണം യേശുവിന്റെ നാമത്തിൽ. പഴയത് ചിലത് നമ്മൾ കേട്ടതുണ്ട്, പഴയത് അനുഭവിച്ചതുണ്ട്, പഴയതൊക്കെ നമ്മുടെ ചിന്തകളിലുണ്ട്. ഹല്ലേലൂയ അതിനോടുകൂടെ മിക്സായി കിടക്കുന്ന നമ്മുടെ വേദനകളുണ്ട്, നമ്മുടെ സങ്കടങ്ങളുണ്ട്, നമ്മുടെ പരാതികളുണ്ട്, നമ്മുടെ വിഷമങ്ങളുണ്ട്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ചിലത് പുതിയത് നിറയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുമ്പോൾ, സ്തോത്രം, 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 പരിശുദ്ധാത്മാവ് ചില പുതിയത് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ പുതിയത് നിമിത്തം നീ എന്ത് ചെയ്യണം? നിന്റെ അകത്തിരിക്കുന്ന പഴയതെടുത്ത് പുറത്തിടണം. ആമേൻ, ആമേൻ. ഇന്ന് പഴയത് പുറത്തിടുന്ന ഒരു പ്രഭാതമായി, പുതിയത് ചെയ്ത് ചിലത് സ്റ്റോർ ചെയ്യുന്ന പ്രഭാതമായി സ്വർഗമാക്കി തീർക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമുക്കറിയാം, പഴയ ധാന്യം ശേഖരിച്ചു വെച്ചിരിക്കുന്ന കളപ്പുര അല്ലെങ്കിൽ പത്തായം അല്ലെങ്കിൽ അതിൻ്റെതായ നിലവറ, ഹല്ലേലൂയ സ്തോത്രം, പഴയത് ഇരുന്ന് ഹല്ലേലൂയ സ്തോത്രം ഇരുന്നിരുന്ന് കുറച്ച് കഴിയുമ്പോൾ അതിൽ വണ്ട് കയറും, അതിൽ പുഴുക്കൾ കയറും,
ഹല്ലേലൂയ. അതിൽ ചില പ്രാണികൾ കയറും, ചില ചെള്ളുകൾ കയറും. ഹല്ലേലൂയ സ്തോത്രം. ചിലത് പൂപ്പൽ പിടിച്ച് അവിടെയായി കൂടിയിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇതിനകത്തോട്ട് പഴയത് പുതിയത് ഹല്ലേലൂയ സ്തോത്രം കയറ്റി വെക്കുകയാണെങ്കിൽ ഈ പഴയതും പുതിയതും കൂടെ ചേരുമ്പോൾ എന്താകുന്നു? ഹല്ലേലൂയ ആ പുതിയത് ഹല്ലേലൂയ അതിൻ്റെതായ ഗുണമേന്മ ഇല്ലാതായി പോകുന്നു. ഹല്ലേലൂയ നമ്മളെ പുതിയ നിയമത്തിൽ വായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഹല്ലേലൂയ സുപരിചിതമായ വചനമാണ്. പുതിയ തുരുത്തിയിൽ ഹല്ലേലൂയ പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ല. പഴയ വീഞ്ഞ് ഹല്ലേലൂയ പുതിയ വീഞ്ഞ് പകർന്നാൽ ആ തുരുത്തി എന്ത് ചെയ്തു പോകും? പൊളിഞ്ഞു പോകും. അതിൽ വിള്ളൽ വീഴും. അതിന് ഹല്ലേലൂയ താങ്ങുവാനുള്ള ഒരു ശക്തിയില്ല. പുതിയ വീഞ്ഞിന്റെ വീര്യം ഹല്ലേലൂയ അകത്ത് എടുത്ത് അതിനെ താങ്ങി നിർത്തുവാനുള്ള ശക്തിയില്ലാതെ ഹല്ലേലൂയ സ്തോത്രം ആ തുരുത്തി പൊളിഞ്ഞു പോകുമെന്ന് ഹല്ലേലൂയ കർത്താവ് തന്റെ ശിഷ്യന്മാരോടും തന്നോട് കൂടി വന്ന ജനത്തോടുമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയുന്നുണ്ട് ഹല്ലേലൂയ കോടി തുണിക്കണ്ടം കൊണ്ടുവന്ന് പഴയ തുണിയോടുകൂടെ ചേർത്ത് തുന്നുമാറില്ല. തുന്നിയാൽ എന്ത് ചെയ്യും? എല്ലാം അത് അതിൻ്റെതായ രീതിയിൽ കീറിപ്പോകും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ പഴയതും പുതിയതും ഹല്ലേലൂയ ഇന്നലെ വരെ ഉള്ളതും ഇന്നുള്ളതും ഉടരമനക ശാന്തരേതന ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ക്രിസ്തു യേശുവിൽ പുതു സൃഷ്ടികളായി മാറിയവർ ഹല്ലേലൂയ എല്ലാം പഴയത് ഒഴിഞ്ഞു പോയവർ എന്ന് നമ്മളെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ഈ പ്രഭാതത്തിൽ ഒന്നറിയണമേ. ഹല്ലേലൂയ സ്തോത്രം. നാം ക്രിസ്തുവിൽ രക്ഷിക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ മാനസാന്തരപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചവരാണ്. എങ്കിലും എവിടൊക്കെയോ ഇച്ചിരി പഴയത് ഇല്ലയോ? പ്രഭാതത്തിൽ ആദ്യം ബീനസിസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഹല്ലേലൂയ ഇങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി. കർത്താവേ, ഞങ്ങൾ ഹല്ലേലൂയ ക്ഷമ ചോദിക്കാത്തത് എന്തെങ്കിലും, ഏറ്റുപറയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ ഇന്നും ക്ഷമ പ്രാപിക്കാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും വന്ന് ജോയിൻ ചെയ്യണം കേട്ടോ. ആരംഭത്തിലുള്ള പ്രാർത്ഥന വളരെ മനോഹരവും അനുഗ്രഹവുമാണ്. സത്യം പറഞ്ഞാൽ ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ സമയം നോക്കാതാണ് കയറിയത്. ഹല്ലേലൂയ സമയത്തിൽ 5:30 മണിയാണ് ഇട്ടിരിക്കുന്നത്. എന്റെ മനസ്സിൽ 5 മണിയാണെന്ന് പറഞ്ഞ് ഞാൻ കയറിയപ്പോൾ ഇവിടെ ചിലരൊക്കെ കൂടിയിരുന്ന് ഹല്ലേലൂയ പ്രാർത്ഥന ആരംഭിച്ചു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ അങ്ങനെ പ്രാർത്ഥിക്കുകയുണ്ടായി. കർത്താവേ, ക്ഷമ ചോദിക്കാത്തത് എന്തെങ്കിലും, സ്തോത്രം സ്തോത്രം. ഇനി ക്ഷമ നിന്നിൽ നിന്ന് ലഭിക്കാത്തത്. ആ 2 വാചകങ്ങളും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞ ഞാനും അപ്പോൾ ഇരുന്ന് പ്രാർത്ഥിച്ചു. കർത്താവേ, ഇന്നും ക്ഷമ പ്രാപിക്കാത്തത് എന്തെങ്കിലും എന്റെ അകത്തുണ്ടെങ്കിൽ, ഇനി ക്ഷമ ഹല്ലേലൂയ ചോദിക്കാത്തത്, ഹല്ലേലൂയ ഏറ്റുപറയാത്തത് എന്തെങ്കിലും, ഹല്ലേലൂയ അനുദിനവും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ, അനുദിനവും നമ്മളൊന്ന് വെടിപ്പാക്കപ്പെടുമ്പോൾ, അനുദിനവും നമ്മൾ പുതിയതായി മാറുമ്പോൾ ദൈവത്തിന് ചിലത് പുതിയത് നമ്മിലേക്ക് പകരുവാൻ സാധിക്കുന്നു. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ പ്രഭാതത്തിൽ എനിക്ക് ചിലത് പുതിയത് വേണം, ചില പുതിയത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ സ്തോത്രം ഒന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയുകയാണ്, പുതിയത് നിമിത്തം നീ പഴയതിനെ പുറത്തെടുക്കണം, പഴയതിനെ പുറത്തെടുക്കണം. പഴയ നിന്റെ സ്വഭാവങ്ങളിൽ ഹല്ലേലൂയ പുറത്തെടുക്കാനുള്ളത് പുറത്തെടുക്കണം. ഹല്ലേലൂയ പഴയ നീ കേട്ടിട്ട് മരവിച്ച് ഹല്ലേലൂയ സ്തോത്രം ഇതിനുകൊണ്ട് ഇനി ഒന്നും പ്രയോജനമില്ലെന്ന് വിചാരിച്ച ചിന്താമണ്ഡലങ്ങൾ നീ പുറത്തെടുക്കണം. ഹല്ലേലൂയ പലപ്പോഴും പ്രശ്നങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ സ്തോത്രം നീ നിരാശപ്പെട്ടു പോയത് നീ പുറത്തെടുക്കണം. ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടിയില്ല ഹല്ലേലൂയ എന്ന് പറഞ്ഞ് നീ മടുത്തുപോയ അനുഭവം അത് നീ പുറത്തെടുക്കണം. ഹല്ലേലൂയ പലപ്പോഴും ലോകത്തിൻ്റെതായ രീതിയിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ നിന്റെ ഹൃദയത്തെ പിശാച് വഞ്ചിച്ച് തിരിച്ചത് നീ പുറത്തെടുക്കണം. അത് ഇന്ന പ്രഭാതത്തിൽ അങ്ങനെ ഒരു പുതുതാക്കുന്ന ഒരു അനുഭവത്തിലേക്ക് നാം കടന്നു പോകുകയാണെങ്കിൽ അവിടെ പറയുകയാണ്, ഞാൻ ചിലത് പുതുത് എന്ത് ചെയ്യും? നിന്നെ നിറയ്ക്കും. മാത്രമല്ല അതിന്റെ 11-ാമത്തെ വചനം പറയുന്നു, ഞാൻ എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും, എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല. നമ്മുടെ ഇടയിൽ കർത്താവ് വസിക്കണമെങ്കിൽ നമ്മൾ എപ്പോഴും പുതിയതായിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം യെരമ്യാവ്
കർത്താവ് ഉണ്ടാക്കുന്ന കുശവന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുവാൻ പറഞ്ഞ് അവിടേക്ക് കടന്നു ചെല്ലുമ്പോൾ കണ്ടത് എന്താണ്? ഹല്ലേലൂയ, കുശവൻ ഒരു പാത്രമുണ്ടാക്കി. ഹല്ലേലൂയ, പക്ഷെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന്റെ കയ്യിൽ വെച്ചത് ചീത്തയായി പോയി. ഹല്ലേലൂയ, സ്തോത്രം. അതിനെ മാറ്റിവെക്കാതെ അവൻ എന്ത് ചെയ്യുകയാണ്? ആ പാത്രത്തെ എടുത്ത് വീണ്ടും ആ ഹല്ലേലൂയ സ്തോത്രം മണ്ണിനെ മണ്ണാക്കി മാറ്റി. ഹല്ലേലൂയ സ്തോത്രം. അതിനെ വെള്ളമൊഴിച്ച് അതിനെ ചവിട്ടിക്കുഴച്ച് അതിനെ വീണ്ടും ഹല്ലേലൂയ സ്തോത്രം നല്ലൊരു പാത്രമായി, മനോഹര പാത്രമായി, ഒരു പുതിയ പാത്രമായി അത് മെനയുകയാ. ഹല്ലേലൂയ, ഇന്ന് പകൽകാലം ഒന്ന് ചവിട്ടിക്കുഴയ്ക്കാൻ ഏൽപ്പിച്ചാൽ, ഹല്ലേലൂയ, എവിടെയെങ്കിലും ചീത്തയായിട്ടുണ്ടെങ്കിൽ അത് ചവിട്ടിക്കുഴയ്ക്കാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ അവന്റെ കരങ്ങളിലെ ഒരു മനോഹര പാത്രമായി, ഒരു പുതിയ പാത്രമായി തീരുകയാണെങ്കിൽ അവന് നിന്നിൽ ചിലത് നിറയ്ക്കാനുണ്ട്. എത്ര പേർ ഏൽപ്പിക്കും? എന്നെ ഒന്ന് പുതിയതാക്കണം, എന്നെ ഒന്ന് പുതിയതാക്കണം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, പുകയത്ത് വെച്ച തുരുത്തിയെ പോലെ ഞാൻ എന്നെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പുകയത്ത് വെച്ച തുരുത്തി, വിള്ളൽ വേണ തുരുത്തികളെ പുകയത്ത് വെച്ച് അതിന്റെ വിള്ളലുകൾ മാറ്റുന്നത് പോലെ ഈ പ്രഭാതയാമത്തിലുള്ള പ്രാർത്ഥന, ഹല്ലേലൂയ, പുകയത്തിരുന്ന് പുതുതാക്കപ്പെടുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മാറുവാൻ ഏൽപ്പിക്കുകയാണെങ്കിൽ നിന്റെ അകത്ത് ചില പുതിയത് തരും, പുതിയത് തരും. ആ പുതിയത് കൊണ്ട് നീ മുന്നോട്ട് പോകുമ്പോൾ നിന്നിൽ കൂടി ചിലത് ഹല്ലേലൂയ പുതിതാക്കപ്പെടും. നിന്നിൽ കൂടെ ചിലത് ദൈവത്തിങ്കലേക്ക് കടന്നു വരും. നിന്നിൽ കൂടി ചിലത് നിന്റെ പുതിയത് കാണുമ്പോൾ, നിന്റെ പുതിയ ആ സ്വഭാവം കാണുമ്പോൾ, നിന്റെ പുതിയ രീതി കാണുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ അകത്ത് നിക്ഷിപ്തമായിരിക്കുന്ന ഒരു പുതിയ ശക്തി കാണുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, നിന്നെ കാണുന്നവർ ഹല്ലേലൂയ കർത്താവിങ്കലേക്ക് വരും. ഹല്ലേലൂയ സ്തോത്രം. ഇവിടെ പറയുകയാണ്, പുതിയത് പ്രാപിച്ച നിങ്ങളുടെ ഇടയിൽ, പുതിയത് കലവറകളിലെ നിറച്ച നിങ്ങളുടെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും? എന്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും. ഗ്രേസ് പ്രെയർ ഫെലോഷിപ്പിൽ അംഗങ്ങളായിരിക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ ഈ പ്രഭാതത്തിൽ അനേകർ കിടന്നുറങ്ങുമ്പോൾ, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റിരുന്ന് നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദത്തെ വിളിച്ചു പറയുമ്പോൾ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാവിൽ ജാഗരിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് വെറുതെയല്ല. ചിലത് പുതിയത് കുറച്ച് നിങ്ങൾക്ക് പകർന്നു തന്നിട്ട് നിങ്ങളുടെ ഇടയിൽ അവന് നിവാസമാക്കണം. അവന്റെ വാസം അവൻ വസിക്കുവാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിന്റെ രോഗങ്ങൾ സൗഖ്യമാകുകയാ. അവൻ വസിക്കുവാൻ തുടങ്ങുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ നീങ്ങി മാറുകയാ. അവൻ വസിക്കുവാൻ തുടങ്ങുമ്പോൾ നിന്റെ കണ്ണുനീര് ഹല്ലേലൂയ തുടയ്ക്കപ്പെടുകയാ. ഹല്ലേലൂയ, അവൻ വസിക്കുവാൻ തുടങ്ങുമ്പോൾ നിന്റെ കുറവുകൾ നിറവാകുകയാ. എത്ര പേർക്ക് വിശ്വസിക്കുവാൻ സാധിക്കും? ഞാൻ അവന്റെ കരത്തിൽ ഒരു പുതിയതാണ്, എന്റെ ഹല്ലേലൂയ ഇടയിൽ അവൻ വസിക്കുന്നുണ്ട്. ഉടരമന കരകനകസ്യ. എന്നിട്ട് അടുത്തത് പറയുകയാണ്, എന്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല. വെറുക്കത്തക്കതായ ഹല്ലേലൂയ, അവൻ കോപിക്കത്തക്കതായത് എന്തുണ്ടോ അവൻ നമ്മളെ ശോധിച്ച് പുറത്തു കളയുവാൻ ഹല്ലേലൂയ തയ്യാറാകുമ്പോൾ അവൻ പറയുകയാണ്, എനിക്ക് നിന്നോട് ഇനി വെറുപ്പില്ല, എനിക്ക് നിന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. എത്ര പേർ അവന്റെ സ്നേഹത്തെ രുചിച്ചറിയുന്നുണ്ട്? ആ കാൽവറിയുടെ സ്നേഹത്തെ രുചിച്ചറിയുന്നുണ്ട്. അവൻ നമ്മുടെ ഇടയിൽ വസിക്കുകയാ, നമ്മുടെ ഇടയിൽ നിവാസമാക്കുകയാ. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അവരൊരിടത്ത് മാറി നിന്ന് നോക്കി നിൽക്കുകയല്ല. പ്രിയ ദൈവജനമേ, നിങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെന്നുള്ളത് അവൻ മണത്തറിയും. നിങ്ങളുടെ ആവശ്യങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെ, നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം ആഗ്രഹങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ, നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി നിങ്ങൾ കരയുന്നത്, നിങ്ങളുടെ സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, നിങ്ങളുടെ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിന് വേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളെ സമർപ്പിക്കുന്നത് തിരിച്ചറിയുവാനായിട്ട് അവൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എല്ലാവരും നാവ് തുറന്നൊന്ന് പറഞ്ഞാട്ടെ, അവൻ ഞങ്ങളുടെ ഇടയിൽ സഞ്ചരിക്കും, അവൻ എന്റെ ഭവനത്തിൽ സഞ്ചരിക്കും, അവൻ എന്റെ ഭവനത്തിൽ വസിക്കും, അവൻ എന്നെ വെറുക്കുകയില്ല. ഒന്ന് പറഞ്ഞാട്ടെ, രാവിലെ ഹല്ലേലൂയ അതിരാവിലെ സമയം ആ പിശാച് ഒന്ന് കേൾക്കട്ടെ. അന്തരീക്ഷത്തിൽ വ്യാപരിച്ചു നിൽക്കുന്ന ദുഷ്ടാത്മ സേനകൾ അതൊന്ന് കേൾക്കട്ടെ. ദേശത്തിൽ കൊടികുത്തി വാഴുന്ന ദേശാധിപതി ശക്തികൾ അതൊന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ,
അവൻ എന്റെ ഭവനത്തിൽ വസിക്കും. അവൻ എന്റെ ഇടയിൽ എന്റെ ഭവനത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. അവന്റെ ഉള്ളവിന് എന്നെ വെറുക്കുകയില്ല. കാരണം എന്നിൽ നിന്നവൻ വെറുക്കത്തക്ക പഴയത് മുഴുവനും ഞാൻ പുറത്തെടുത്തു. ഇപ്പോൾ ഞാൻ പുതിയത് പ്രാപിച്ചിരിക്കുക. ഇപ്പോൾ ഞാൻ പുതിയത് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഉടറമനക ശാന്തരാധന. കരങ്ങൾ അടിച്ച് ആനലിയാത്മ നിമിഷം ആരാധിച്ചാട്ടെ. ആത്മാവിലൊന്ന് ആരാധിച്ചാട്ടെ. അന്യഭാഷകളിലൊന്ന് ആരാധിച്ചാട്ടെ. ദേശത്തെ കൈയടക്കുന്നവരായി, പട്ടണങ്ങളെ പിടിച്ചെടുക്കുന്നവരായി, ഭവനങ്ങളെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്നവരായി, നിങ്ങളെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം, നിങ്ങളെ ആക്കി തീർക്കുവാൻ തക്കവണ്ണം ഇതാ അവൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. ഉത്തമഗീതത്തിന്റെ പുസ്തകത്തിലെ ഹല്ലേലൂയ നമ്മൾ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു വചനമുണ്ട്. ഹല്ലേലൂയ. ഉത്തമഗീതത്തിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ അവിടെ 1-ാം വചനം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു? നിന്റെ പ്രിയൻ ഏത് വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു? ഞങ്ങൾ നിന്നോട് കൂടെ അവനെ അന്വേഷിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. 5-ാം അധ്യായത്തിൽ യെരൂശലേം പുത്രിമാർ വന്ന് ശൂനേംകാരത്തിയോട് ചോദിക്കുകയാണ്, ഹല്ലേലൂയ, നിന്റെ പ്രിയൻ എന്താ പ്രത്യേകത? ഓ റിഖറമന ശാന്തരാധന, നിന്റെ പ്രിയൻ എന്താ ഇത്ര പ്രത്യേകത? നിനക്ക് നിന്റെ പ്രിയനെ കാണണമെന്ന് എന്താ ഇത്ര ആഗ്രഹം? നിന്റെ പ്രിയന്റെ വിശേഷത എന്താ എന്ന് ചോദിക്കുമ്പോൾ അവിടെ തന്റെ പ്രിയനെ കുറിച്ചൊരു വലിയ വർണ്ണന ശൂനേംകാരത്തി പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഉത്തമഗീതത്തിന്റെ പുസ്തകം ഹല്ലേലൂയ സഭയും ക്രിസ്തുവുമായുള്ള ബന്ധത്തെ നമുക്ക് എടുത്ത് നല്ല വരച്ച് ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് കാണിച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ ഹല്ലേലൂയ, സ്തോത്രം, തന്റെ കാന്തന് വേണ്ടി, തന്റെ പ്രിയന് വേണ്ടി ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, അതിനെ അന്വേഷിച്ച് നടക്കുന്ന തന്റെ കാന്തയാ മണവാട്ടി, തന്റെ സഭയാ മണവാട്ടി അല്പനിമിഷം തന്റെ പ്രിയനുമായി ഒരു ഇടവഴി ഹല്ലേലൂയ കാണുവാൻ സാധിക്കാതെ വണ്ണം ഒരു ഹല്ലേലൂയ വേർപാട് അനുഷ്ഠിക്കേണ്ടി വന്ന ഹല്ലേലൂയ ശൂനേംകാരത്തി ഹല്ലേലൂയ തന്റെ പ്രിയനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഇവൾ അന്വേഷിച്ച് നടക്കുന്നത് കണ്ട യെരൂശലേം പുത്രിമാർ ചോദിക്കുകയാണ്, നിനക്ക് നിന്റെ പ്രിയൻ എന്താ വിശേഷത? ഇവൾ ഹല്ലേലൂയ, സ്തോത്രം, 9 മുതലുള്ള വചനങ്ങൾ ഹല്ലേലൂയ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവൾ തന്റെ പ്രിയനെ കുറിച്ചുള്ള വിശേഷത യെരൂശലേം പുത്രിമാരോട് പറയുകയാണ്. അങ്ങനെ 6-ാം അധ്യായം 1-ാം വചനത്തിൽ വരുമ്പോൾ ഇപ്പോൾ യെരൂശലേം പുത്രിമാർ അങ്ങോട്ട് പറയുകയാണ്, ഹല്ലേലൂയ, സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ, നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു? നിന്റെ പ്രിയൻ ഏത് വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു? ഞങ്ങൾ നിന്നോട് കൂടെ അവനെ അന്വേഷിക്കാം. കണ്ടോ ദൈവജനമേ, ഹല്ലേലൂയ, പ്രിയന്റെ സവിശേഷത അങ്ങോട്ട് കേട്ടപ്പോൾ, പ്രിയന്റെ പ്രത്യേകത അങ്ങോട്ട് കേട്ടപ്പോൾ, പ്രിയനെ കുറിച്ചുള്ള മേന്മ അങ്ങോട്ട് കേട്ടപ്പോൾ, പ്രിയന്റെ മഹത്വം അങ്ങോട്ട് കേട്ടപ്പോൾ ഹല്ലേലൂയ അതുവരെ ഇങ്ങനെ ഒരു പ്രിയനെ കണ്ടിട്ടില്ലാത്ത യെരൂശലേം പുത്രിമാർ പറയുകയാണ്, ഞങ്ങൾ നിന്നോട് കൂടെ എന്ത് ചെയ്യാം? അന്വേഷിക്കാൻ വരാം. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ പ്രിയന്റെ സവിശേഷത പറഞ്ഞ്, പ്രിയന്റെ ഹല്ലേലൂയ മേന്മ പറഞ്ഞ്, പ്രിയന്റെ ഗുണഗുണങ്ങൾ പറഞ്ഞ് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ ക്രിസ്തുവ മണവാളനെ കുറിച്ചുള്ള ആരാധനയിൽ എഴുന്നേറ്റിരുന്ന് ആരാധിക്കുന്ന പ്രിയ ദൈവജനമേ, നീ ഹല്ലേലൂയ നിന്റെ പ്രിയന്റെ സവിശേഷത വിളിച്ചു പറയുമ്പോൾ ജനം നിന്റെ കൂടെ വരും. നിന്റെ പ്രിയനെ ഞങ്ങളും ഒന്ന് അന്വേഷിക്കാം, അവൻ എവിടെയുണ്ടെന്ന് ഞങ്ങളും ഒന്ന് അന്വേഷിക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽകാല സുവിശേഷം ഓരോ ഹൃദയങ്ങളിലും വർദ്ധിച്ചു വരട്ടെ. ഉടരമനക ശാന്തരേതന, പ്രിയന്റെ സവിശേഷതകൾ വിളിച്ചു പറയുന്നവരായി നിന്റെ ഇടയിൽ കൂടി സഞ്ചരിക്കുന്ന പ്രിയനെ, നിന്റെ ഇടയിൽ നീ വസിക്കുന്ന പ്രിയനെ, അവന്റെ ഉള്ളം വെറുക്കാത്ത ഒരു പ്രിയൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്നെ സ്നേഹിക്കുന്ന പ്രിയൻ, കാൽവറിയിൽ തന്റെ തങ്കച്ചോര ചിന്തിത്തന്ന് നിന്റെയും എന്റെയും സ്നേഹിച്ച പ്രിയൻ, അവൻ എവിടെയുണ്ട് എന്ന് ഹല്ലേലൂയ അന്വേഷിപ്പാൻ ഒരു കൂട്ടം യെരൂശലേം പുത്രിമാർ നിന്റെ കൂടെ വരാൻ തയ്യാറാകുകയാണ്.
ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. ഉടരമനഗരഗനഗരഗദ, ഉരമനഗ ശാന്തരേദന. നമ്മളുടെ കുഴപ്പം എന്താണെന്നറിയാമോ? നമുക്ക് പ്രിയനെ അറിയാം, നമുക്ക് പ്രിയന്റെ സവിശേഷത അറിയാം, നമുക്ക് പ്രിയന്റെ എല്ലാ നന്മകളും അറിയാം, നമ്മളത് അനുഭവിക്കുന്നുമുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും പറയുന്നത് എന്താ? നമ്മുടെ പരാതികൾ, നമ്മുടെ കുറവുകൾ, നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ തലമുറയെ പറ്റിയുള്ള ചിന്തകൾ, ഹല്ലേലൂയ, നമ്മുടെ പ്രാർത്ഥനാ വിഷയം, നമ്മുടെ സാമ്പത്തികം, ഇതാണ് നമ്മൾ എപ്പോഴും പറയുന്നത്. നമുക്ക് നമ്മുടെ പ്രിയനെ കുറിച്ച് നല്ലതുപോലെ അറിയാം, പക്ഷെ നമ്മൾ അത് പറയാറില്ല. നമ്മൾ എന്തേ പറയൂ? അയ്യോ, എനിക്ക് ഇങ്ങനെ കഷ്ടമാ, എനിക്ക് ഇത് കഷ്ടമാ. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് ഈ പ്രശ്നത്തെ ഞാൻ ഫേസ് ചെയ്യണം, ഇന്ന് ഈ പ്രശ്നത്തിലേക്ക് ഞാൻ കാൽ വെക്കണം, എന്താകുമെന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം, സ്തോത്രം. അങ്ങനെയല്ലേ നമ്മൾ? ഹല്ലേലൂയ, സമ്മതിക്കുന്നുണ്ടോ? സ്തോത്രം. ഇല്ല, നമ്മൾ എപ്പോഴും നമ്മുടെ പ്രിയനെ കുറിച്ച് വർണ്ണിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ കൂടുതലും ഞാൻ എന്റെ വിഷയങ്ങളെ പറയാറ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ വചനം വായിച്ച് പഠിച്ചപ്പോഴാണ് അയ്യോ ഒരു ലജ്ജ തോന്നിയത്. ഹല്ലേലൂയ. പ്രിയനെ കുറിച്ച് വർണ്ണിക്കുന്നതിന് പകരം എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ കാണുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, നമ്മുടെ കുറവുകൾ, നമ്മുടെ ആവശ്യങ്ങളും, നമ്മുടെ മനഭാരങ്ങളും, നമ്മുടെ വ്യാകുലതകളും, നമ്മുടേതായ പ്രശ്നങ്ങളും പറഞ്ഞ് നമ്മൾ സമയം കളയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആശ്വാസം കിട്ടുമോ? അതില്ല. ഹല്ലേലൂയ, പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടുമോ? അതില്ല. ഹല്ലേലൂയ, 10 പേർ കേട്ടതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിഷയങ്ങളും ചേഞ്ച് ആകുന്നില്ല. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, ഇവിടെ ഹല്ലേലൂയ, ശൂന്യംകാരത്തി എന്ത് ചെയ്യുകയാണ്? തന്റെ പ്രിയനെ കുറിച്ച് വർണ്ണിക്കുകയാണ്. വർണ്ണിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചു പേർ പറയുകയാണ്, നിന്റെ പ്രിയനെ അന്വേഷിപ്പാൻ ഞങ്ങളും വരാം അന്ന് പറഞ്ഞിട്ട് അടുത്തതുടനെ ഹല്ലേലൂയ, ശൂന്യംകാരത്തി അടുത്തത് പറയുകയാണ്, തോട്ടങ്ങളിൽ മേയ്പ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും എന്റെ പ്രിയൻ തന്റെ തോട്ടത്തെ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അവൾ ശരിക്ക് കറക്റ്റ് സ്ഥാനം പറഞ്ഞു കൊടുക്കുകയാണ്. തന്റെ പ്രിയൻ എവിടാണ് ഉള്ളതെന്ന് അവൾ കണ്ടുപിടിച്ചിട്ട് അവൾ, ഹല്ലേലൂയ, സ്തോത്രം, പറയുകയാണ്, സുഗന്ധ സസ്യങ്ങളുടെ ഇടയിൽ, ഹല്ലേലൂയ, സ്തോത്രം, അവിടെ എന്ത് ചെയ്യുകയാണ്? തോട്ടങ്ങളിൽ മേയ്പ്പാനും, ഹല്ലേലൂയ, താമരപ്പൂക്കളെ പറിപ്പാനും സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് അവൻ ഇറങ്ങിപ്പോയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, സുഗന്ധ സസ്യങ്ങളുടെ തടം. ഹല്ലേലൂയ, സ്തോത്രം. നിങ്ങളുടെ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പ് ദൈവത്തിന്റെ സുഗന്ധ സസ്യങ്ങളുടെ ഒരു തടമാണെന്ന് വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ ഒന്ന് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. ഉടറമനകശാന്തരേതന ഞങ്ങൾ ദൈവത്തിന്റെ സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. ഹല്ലേലൂയ, സഭ ദൈവത്തിന്റെ സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്ന കൂട്ടായ്മ സുഗന്ധ സസ്യങ്ങളുടെ തടമാണ്. ഈ തടങ്ങളിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ 5 മണി മുതൽ തുടങ്ങിയ ഈ പ്രാർത്ഥന, ഹല്ലേലൂയ, ഇതിന് അകത്തേക്ക് അവൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. അവിടെ ഹല്ലേലൂയ, മോശയിൽ മൂലം പറഞ്ഞത് എന്താണ്? അവൻ ഹല്ലേലൂയ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കും, അവൻ നിങ്ങളുടെ ഇടയിൽ അവന്റെ നിവാസമാക്കും, എന്നിട്ട് അവന്റെ ഉള്ളം വെറുക്കുകയില്ല. കാരണം എന്താണെന്നറിയാമോ? നീ ഒരു സുഗന്ധ സസ്യത്തിന്റെ തടമാ. ഉടരമനകരമനക. എത്ര പേർക്ക് പറയുവാൻ കഴിയും? അവന്റെ സുഗന്ധ സസ്യങ്ങളിലെ തടങ്ങളിൽ ഒരു താമരയാണ് ഞാൻ. മുള്ളിന്റെ ഇടയിൽ ഹല്ലേലൂയ ഞാൻ വളർന്നു വന്നാലും എന്നിലൊരു മനോഹാരിതയുണ്ട്, എന്നിലൊരു നറുമണമുണ്ട്, എന്നിലൊരു സൗരഭ്യവാസനയുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത്, രക്ഷിക്കപ്പെടുന്നവർക്ക് ഹല്ലേലൂയ ജീവന്റെ വാസനയാകുമ്പോൾ ഹല്ലേലൂയ നശിച്ചു പോർക്കുന്നവർക്ക് അത് മരണത്തിന്റെ വാസനയായി മാറുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു ജീവന്റെ വാസന നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരത്തക്കവണ്ണം നമ്മൾ അവന്റെ സുഗന്ധ സസ്യങ്ങളുടെ ഇടയിലെ ഹല്ലേലൂയ സസ്യങ്ങളുടെ തടത്തിൽ അവൻ ഇറങ്ങി വരുമ്പോൾ ഒരു ജീവന്റെ വാസന നമ്മിൽ നിന്ന് പുറപ്പെടത്തക്കവണ്ണം ദൈവമക്കളെ ഹല്ലേലൂയ ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം.
മുള്ളുകൾ പോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുകയില്ല. ഈ പ്രസംഗിക്കുന്ന എന്റെ ജീവിതത്തിലുമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മുള്ളുകൾ പോലെ കുത്തുന്ന അനുഭവങ്ങളുണ്ട്, മുള്ളുകൾ പോലെ കുത്തുന്ന നിന്ദകളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. മുള്ളുകൾ പോലെ കുത്തുന്ന അപമാനങ്ങളുണ്ട്. ഹല്ലേലൂയ, മുള്ളുകൾ പോലെ കുത്തുന്ന സാമ്പത്തിക ഭാരങ്ങളുണ്ട്, മുള്ളുകൾ പോലെ കുത്തുന്ന ഹല്ലേലൂയ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, രോഗത്തിന്റെ അവസ്ഥകളുണ്ട്. എല്ലാം പോട്ടെ, ഇന്നത്തെ കാലത്തിൽ എല്ലാ കുടുംബങ്ങളിലുമുള്ളത് തലമുറകളെ കുറിച്ചുള്ള ഭാരമാണ്. ഹല്ലേലൂയ, വേണ്ടുന്ന വിധത്തിലുള്ള ഭക്തി അവരുടെ ഹൃദയത്തിൽ വരാത്തത് കൊണ്ട് അവർ മുള്ളുപോലെ നമ്മളെ കുത്തുന്ന അനുഭവം. ഹല്ലേലൂയ, അവരിൽ നിന്ന് ഉയരുമ്പോൾ ഹല്ലേലൂയ, നീ ഒന്ന് മറന്നു പോകരുത്. ഈ മുള്ളൊക്കെ നിന്നെ കുത്തിയാലും നീ അവന്റെ സത്യങ്ങൾ, ഹല്ലേലൂയ, സുഗന്ധ സത്യങ്ങളുടെ തടത്തിലേക്ക് ഹല്ലേലൂയ നീ ഉയർന്നു നിൽക്കുന്ന ഒരു താമരപ്പൂവാണ്. അവൻ അതിനെ മേയ്ക്കുവാൻ ഇറങ്ങി വരുന്നുണ്ട്, അവൻ അതിനെ തലോടുവാൻ ഇറങ്ങി വരുന്നുണ്ട്. ഹല്ലേലൂയ, മുള്ളു കുത്തുമ്പോഴും വെള്ളത്തിൽ നിന്ന് അത് വളർന്ന് പൊങ്ങി വരുമ്പോൾ വെള്ളത്തിൻ്റെതായ എല്ലാവற்றைയും അത് അതിജീവിച്ച് ഹല്ലേലൂയ മുകളിലോട്ട് വന്ന് വിരിഞ്ഞ് പുഷ്പമായി നിൽക്കുമ്പോഴും ഹല്ലേലൂയ അതിന്റെ വേദന ഒരു സൈഡിൽ അതിനെ കുത്തുമ്പോഴും ഹല്ലേലൂയ അവന്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അതിനെ ഒന്ന് തലോടി, അതിനെ ഒന്ന് സ്പർശിച്ച്, അതിനൊന്ന് തണുപ്പ് കൊടുത്ത്, അതിനെ ഒന്ന് ഹല്ലേലൂയ സ്തോത്രം പരാമരിക്കുന്ന ഒരുവൻ നിങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അവൻ എന്തിനു വരുന്നു? അവൻ മേയ്പ്പാനായി ഇറങ്ങി വരുന്നു. ആടുകളെയും കന്നുകാലികളെയും മേയ്ക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, എന്നാൽ ഹല്ലേലൂയ തന്റെ തോട്ടത്തിലെ പുഷ്പത്തെ അവൻ മേയ്ക്കുന്നെന്ന് പറയുമ്പോൾ നമ്മൾ അവന്റെ ഹല്ലേലൂയ തൊഴുത്തിലെ ആടുകൾ മാത്രമല്ല, അവന്റെ ഹല്ലേലൂയ തോട്ടത്തിലെ ഹല്ലേലൂയ നല്ലൊരു പുഷ്പമാണെന്ന് പോലും നമ്മൾ മറന്നു പോകരുത്. അവൻ നമ്മളെ മേയ്ക്കും. നമ്മളിൽ കേടുപാട് വരുന്നതിനെ, നമ്മളെ ഈ പുഷ്പത്തിനെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം എന്താണ്? ഹല്ലേലൂയ നശിപ്പിച്ചു കളയുവാൻ തക്കവണ്ണമുള്ള പ്രാണികളെ, ഹല്ലേലൂയ വെള്ളത്തിലുള്ള എല്ലാ പ്രാണികളെയും അതിനെയൊക്കെയും നീക്കിക്കളഞ്ഞ് ഈ ഹല്ലേലൂയ സ്തോത്രം താമരയ്ക്ക് വേണ്ട പ്രൊട്ടക്ഷൻ, സംരക്ഷണം കൊടുക്കുവാനായിട്ട് അവൻ ആ തടത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമ്മളെല്ലാം അവന്റെ തോട്ടത്തിലെ പുഷ്പങ്ങളാണ്. ഹല്ലേലൂയ, നമ്മളെ അവൻ കൈവിടുകയില്ല, അവൻ നമ്മളെ ഉപേക്ഷിക്കത്തില്ല. ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലുള്ള മുള്ളുകൾക്കിടയിലും അവൻ നമ്മളെ സ്പർശിച്ച്, അവൻ നമ്മളെ ഹല്ലേലൂയ കരുതി, അവൻ നമ്മളെ സംരക്ഷിച്ച് അതിന്റെ പൂർണ്ണ രൂപതയിൽ എത്തുമ്പോൾ ഹല്ലേലൂയ അവിടെ പറയുകയാണ്, അവൻ പറിക്കും. ആമേൻ, 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 ആമേൻ. ഉടറമന ശാന്തരാധന, അവന് വേണ്ടി അതിനെ പറിക്കും. ഹല്ലേലൂയ, ദിവസങ്ങളിൽ നമ്മൾ ഇന്നും ഈ മുള്ളിന്റെ ഇടയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ലോകമാകുന്ന മുള്ളിന്റെ ഇടയിൽ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ലോകമാകുന്ന വെള്ളത്തിനകത്ത് നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ നമ്മൾ അത് ലോകത്തിനുള്ളവരല്ല, നമ്മൾ ദൈവത്തിനുള്ള. ഒരു ദിവസം അവൻ വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഹല്ലേലൂയ അവൻ ആ വാസന നുകർന്നിട്ട് ഹല്ലേലൂയ നമ്മളെ പറിക്കുവാനായിട്ട് വരുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, പഴയത് പുറത്തെടുത്തിട്ട് പുതിയത് കൊണ്ട് നിറച്ച ഒരു അനുഭവത്തിലേക്ക്, പുതിയ മഹത്വത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുവാൻ ദൈവം നമ്മളെ ആഗ്രഹിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ കൃപ. ഉടരമനക ശാന്തരേതന ഇന്ന് പ്രഭാതത്തിൽ ദൈവജനമേ നാം പ്രാപിക്കാനുള്ളത് അതാണ്. ഹല്ലേലൂയ, അവൻ തടത്തിലേക്ക് ഇറങ്ങി വരികയാ, ഈ കൂട്ടായ്മയിലേക്ക് അവൻ ഇറങ്ങി വരികയാ, എന്നിട്ട് വാസം ഇവിടെ ഇതിനകത്താക്കുകയാ, എന്നിട്ട് നിന്നെ ആശ്ലേഷിക്കുകയാ, നിന്നെ ആശ്വസിപ്പിക്കുകയാ, നിന്നെ തൊട്ട് തലോടുകയാ. ഹല്ലേലൂയ സ്തോത്രം. നിന്റെ മേൽ ചില അനുഗ്രഹങ്ങളെ ഒന്നുകൂടെ നീ ഭംഗിയാകുവാൻ തക്കവണ്ണം, ഒന്നുകൂടെ നീ മനോഹരമാകുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിച്ച് നിന്റെ അടുക്കലേക്ക് വരികയാ, നിനക്ക് വേണ്ട ആവശ്യങ്ങളെ അവൻ ചെയ്തു തരികയാ. ഹല്ലേലൂയ സ്തോത്രം. എന്നിട്ട് പറയുകയാണ് ഹല്ലേലൂയ, ഞാൻ എൻ്റെ പ്രിയനുള്ളവൾ, ഹല്ലേലൂയ എൻ്റെ പ്രിയൻ എനിക്കുള്ളവൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ താമരകളുടെ ഇടയിൽ മേയ്ക്കുന്നു, അവൻ നമ്മുടെ ഇടയിലുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ കർത്താവ് നിങ്ങളോട് പറയുവാൻ പറഞ്ഞ ഏറ്റവും കാതലായ ഒരു ഹല്ലേലൂയ സന്ദേശം, ഹല്ലേലൂയ സ്തോത്രം, അതാണ്. എൻ്റെ കർത്താവ് ഇതിൻ്റെ ഇടയിലുണ്ട്, എൻ്റെ കർത്താവ് ഇതിൻ്റെ ഇടയിലുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ അവൻ കേൾക്കാതെ പോയിട്ടില്ല, നിങ്ങൾ കരയുന്ന വിഷയങ്ങൾ അവൻ കേൾക്കാതെ പോയിട്ടില്ല. അവൻ ഇതിൻ്റെ ഇടയിലുണ്ട്. അവൻ നിങ്ങളെ
നിങ്ങളെ മേയ്ക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്ര. അവൻ നിങ്ങളെ മേയ്ക്കുകയാണ്. അവൻ നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട്. അവൻ നിങ്ങളെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാരമേറിയ വിഷയങ്ങളുടെ മേൽ നിനക്ക് ആശ്വാസം തരുന്നുണ്ട്. അപ്പോൾ തന്നെ നിന്റെ മനോഹരത, നിന്റെ ഭംഗി അവൻ വർദ്ധിപ്പിച്ചുകൊണ്ട് അവന് വേണ്ടി നിന്നെ പക്വപ്പെടുത്തി നിർത്തുമ്പോൾ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്ര, യോബ് പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ അറിയാതെ ചിലത് പറഞ്ഞു പോയി. 42-ാം അധ്യായത്തിൽ പറയുകയാണ്, കർത്താവെ ഞാൻ അറിയാതെ പറഞ്ഞു, അറിയാതെ നമ്മുടെ ജീവിതത്തിൽ അറിയാതെ ദൈവത്തിന് വിരോധമായി, ദൈവത്തിന്റെ ആലോചനകൾക്ക് വിരോധമായി നമ്മുടെ നാവിൽ നിന്ന് ഒന്നും പറഞ്ഞു പോകാതെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ ദൈവത്തോട് ഏറ്റുപറഞ്ഞുപേക്ഷിച്ചിട്ട്, കർത്താവെ നിനക്ക് എന്നെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്, എന്നെ കുറിച്ച് ചില ഹല്ലേലൂയ സ്തോത്രം സാധ്യതകൾ നിന്റെ കരങ്ങളിലുണ്ട്, അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർ സമർപ്പിക്കും? അവരുടെ ഇടയിലേക്ക് അവൻ കടന്നു വരികയാണ്. ആ ഇടത്തിലേക്ക്, തടങ്ങളിലേക്ക്, നിന്റെ ഭവനമാകുന്ന ദൈവത്തിന്റെ തടത്തിലേക്ക് അവൻ ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ, അവൻ നിന്റെ വീട്ടിനകത്ത് നിവാസമാക്കുകയാണ്. ഹല്ലേലൂയ, അവൻ എന്നിട്ട് നിന്റെ ഭവനത്തിനകത്ത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നീ കിടക്കുന്ന മുറിക്കകത്ത് അവൻ സഞ്ചരിക്കുകയാണ്. നിന്റെ കുഞ്ഞുങ്ങൾ കിടക്കുന്ന മുറിക്കകത്ത് അവൻ സഞ്ചരിക്കുകയാണ്. നിന്റെ ഹല്ലേലൂയ അടുക്കളക്കകത്ത് അവൻ സഞ്ചരിക്കുകയാണ്. നിന്റെ കലവറയ്ക്കകത്ത് അവൻ സഞ്ചരിക്കുകയാണ്. എന്നിട്ട് നിന്നെ മേയിച്ചുകൊണ്ട്, നിന്റെ കുറവുകൾ അറിഞ്ഞ്, നിന്റെ പ്രശ്നങ്ങൾ അറിഞ്ഞ്, നിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ അറിഞ്ഞുകൊണ്ട് അവൻ നിനക്ക് വേണ്ടി ഹല്ലേലൂയ വൻ കാര്യങ്ങളെ, ചില അത്ഭുത പ്രവർത്തികളെ ചെയ്യുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഇത്രയും ആയപ്പോൾ ഹല്ലേലൂയ സ്തോത്രം, തന്റെ പ്രിയൻ തന്റെ പ്രിയയ്ക്ക് വേണ്ടി പറയുന്ന ഒരു വാക്കുകൂടെ നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം മുമ്പിൽ വെച്ചിട്ട് ഞാൻ എന്റെ വാക്കുകളെ വിരമിക്കുവാനായി ഞാൻ താല്പര്യപ്പെടുന്നു. അതിന്റെ 10-ാം വചനം, 6-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ ഉത്തമഗീതത്തിന്റെ പുസ്തകം 6-ാം അധ്യായം 10-ാം വചനത്തിൽ പറയുന്നു, അരുണോദയം പോലെ ശോഭയും, ചന്ദ്രനെ പോലെ സൗന്ദര്യവും, സൂര്യനെ പോലെ നിർമ്മലതയും, കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വവും ഉള്ളോരിവൾ ആർ. ഹല്ലേലൂയ. സഭയെ കുറിച്ച്, രക്ഷിക്കപ്പെട്ട ദൈവ പൈതലെ നിന്നെ കുറിച്ച് ഹല്ലേലൂയ തന്റെ പ്രിയനെ ഹല്ലേലൂയ വർണ്ണിച്ചുകൊണ്ട്, തന്റെ പ്രിയന് വേണ്ടി ഒരു താമരപ്പൂ പോലെ അവന്റെ തടങ്ങളിൽ ഇരിക്കുന്ന ദൈവ പൈതലെ, രക്ഷയുടെ വാസന, ജീവന്റെ വാസന ഏറ്റ ദൈവ പൈതലെ, നമ്മൾ ഹല്ലേലൂയ സ്തോത്രവന്റെ നമ്മുടെ പ്രിയന്റെ മുൻപിൽ, നമ്മുടെ കാന്തന്റെ മുൻപിൽ നമ്മൾ സാധാരണപ്പെട്ടവരല്ല കേട്ടോ. അവിടെ പറയുകയാണ് അരുണോദയം പോലെ ശോഭ. ഹല്ലേലൂയ. നമുക്ക് അരുണോദയം എന്താണെന്നറിയാം. ഹല്ലേലൂയ. ഇരുട്ടുമാറി വെളിച്ചത്തിലേക്ക് വരുന്ന ആ ഒരു അനുഭവത്തെയാണ് അരുണോദയം എന്ന് പറയുന്നത്. രാത്രി കഴിഞ്ഞു, ഹല്ലേലൂയ, വെളിച്ചത്തിലേക്ക്, ഇരുട്ടുമാറി വെളിച്ചത്തിലേക്ക്, ഒരു ദിവസത്തിലേക്ക്, ഒരു പ്രഭാതത്തിലേക്ക് വിടർന്നു വരുന്ന സമയമാണ് അരുണോദയം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു പഴയത് ഇരുട്ടുമാറി വെളിച്ചത്തിലേക്ക്, പഴയതൊന്ന് മാറി ഹല്ലേലൂയ പുതിയതിലേക്ക്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പഴയ നിരാശകൾ മാറി ഹല്ലേലൂയ പുതിയ ഒരു ഉത്സാഹത്തിലേക്ക്. ആമേൻ ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ജീസസ് ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരുട്ടിൽ നമ്മൾ കിടന്നുറങ്ങി, രാത്രിയിൽ കിടന്നുറങ്ങി, അബോധാവസ്ഥയിൽ കിടന്നുറങ്ങി, ഈ ലോകത്ത് എന്ത് നടക്കുന്നതെന്ന് അറിയാതെ നമ്മൾ കിടന്നുറങ്ങി. എന്നാൽ ഒരു അരുണോദയം വന്നപ്പോൾ ഒരു പുതിയ ഒരു ജനനം പോലെ ഹല്ലേലൂയ പൊട്ടിമുളച്ചു വരുന്ന ഒരു ഹല്ലേലൂയ പുഷ്പം പോലെ നമ്മൾ അരുണോദയത്തിൽ വിടർന്നു വരികയാണ്. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. പുതിയതിനു വേണ്ടി, പുതിയ പ്രഭാതത്തിൽ, പുതിയ ചിന്തകളോട് കൂടി, പുതിയ ഹല്ലേലൂയ ആകാംക്ഷയോടുകൂടി, പുതിയ ഒരു വിശ്വാസത്തോടുകൂടി, പുതിയ ഒരു ഹല്ലേലൂയ പ്രത്യാശയോടുകൂടി നമ്മൾ വിടർന്നു വരുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. തന്റെ പ്രിയന് വേണ്ടി ഹല്ലേലൂയ പുതിയതെന്ത് ചെയ്യാം, പുതിയതായിട്ട് എങ്ങനെ ജീവിക്കാം, ഹല്ലേലൂയ ഇരുട്ടില്ലാതെ വെളിച്ചമായി എങ്ങനെ പ്രകാശിക്കാമെന്ന് ഹല്ലേലൂയ ഒരു ചിന്തയോടുകൂടെ, ഒരു അബോധാവസ്ഥയിലിരുന്ന് ഹല്ലേലൂയ ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ എഴുന്നേറ്റ് വരുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം എഴുന്നേറ്റ് വരുന്ന സഭയെ നോക്കി പറയുകയാണ്, ഇങ്ങ് അരുണോദയം പോലെ ശോഭയുള്ള ഇവൾ ആരാണ്? സ്തോത്രം സ്തോത്രം സ്തോത്രം. ശോഭയുണ്ടോ? ജീസസ്.
ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അരുണോദയം പോലെ ശോഭ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ശോഭ. ഹല്ലേലൂയ. എന്നും പ്രഭാതത്തിൽ വീണ സിസ്റ്റർ ഹല്ലേലൂയ ഈ ഒരു കൂട്ടായ്മ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇതിൽ ശോഭയോട് കൂടെ ഒന്നിരിക്കുവാൻ. ഹല്ലേലൂയ. സ്തോത്രം. അരുണോദയം പോലെ ശോഭയോടെ. ഹല്ലേലൂയ. ഇന്നലത്തെ സങ്കടങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ടല്ല, ഇന്നലത്തെ വേദനകളെ മനസ്സിലാക്കിക്കൊണ്ട് നിരാശയോടെ താടിക്ക് കയ്യും കൊടുത്ത് വന്നിരിക്കുന്ന ഒരു അനുഭവമല്ല നമുക്ക് വേണ്ടിയത്. പിന്നെയോ ഹല്ലേലൂയ പുതിയ ഒരു ഹല്ലേലൂയ ജീവൻ നമുക്ക് കിട്ടിയതുപോലെ ഹല്ലേലൂയ സ്തോത്രം. അബോധാവസ്ഥയിൽ ഐസിയുയിൽ കിടന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം പേഷ്യന്റ് അവൾ ഹല്ലേലൂയ കണ്ണു തുറക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമുണ്ടല്ലോ. സ്തോത്രം 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 സ്തോത്രം. അതുവരെ ഹല്ലേലൂയ ആഴ്ചകളായി സംസാരിക്കാതെ മെഡിക്കേഷനിൽ കിടക്കുന്ന ഒരു രോഗി നമ്മുടെ പ്രിയപ്പെട്ടവർ ആരെങ്കിലും ആണെങ്കിൽ അവർ കണ്ണു തുറന്ന് ഒരു വാക്ക് ഹല്ലേലൂയ സംസാരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു അനുഭവമുണ്ടല്ലോ. നമുക്കപ്പോഴുണ്ടാകുന്ന ഒരു ഹല്ലേലൂയ സ്തോത്രം ഉത്സാഹം, ആ ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഈ അരുണോദയത്തിങ്കൽ നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടത് ആവശ്യമാണ്. ഉത്സാഹത്തോടെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അതീവ സന്തോഷത്തോടെ ആനന്ദത്തോടെ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത് അവന്റെ ഹല്ലേലൂയ സന്നിധാനത്തിൽ എന്തുണ്ട്? പ്രമോദമുണ്ട്. അവന്റെ സന്നിധാനത്തിൽ എന്തുണ്ട്? സന്തോഷമുണ്ട്. അവന്റെ സന്നിധാനത്തിൽ എന്തുണ്ട്? ആനന്ദമുണ്ട്. ആനന്ദത്തോടെ അവനെ സ്തുതിക്കുവാൻ, ആനന്ദത്തോടെ പ്രമോദത്തോടെ അവനെ ആരാധിപ്പാൻ തക്കവണ്ണം ഒരു അരുണോദയത്തിങ്കൽ ഹല്ലേലൂയ വെളിച്ചം പ്രകാശിക്കുന്നത് പോലെ ദൈവത്തിന്റെ ജനം, ദൈവത്തിന്റെ കാന്തയാം മണവാട്ടി, സഭയാം മണവാട്ടി ഹല്ലേലൂയ സ്തോത്രം എഴുന്നേറ്റ് പ്രകാശിക്കണമെന്ന്, ഹല്ലേലൂയ ശോഭയോട് കൂടെ നിൽക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. അടുത്തത് പറയുന്നത് ചന്ദ്രനെ പോലെ സൗന്ദര്യം. ഹല്ലേലൂയ സ്തോത്രം. ഇരുട്ടിന്റെ അന്തരീക്ഷത്തിലും ഹല്ലേലൂയ സൗന്ദര്യത്തോടെ പ്രകാശിക്കുന്ന ചന്ദ്രനെ പോലെ ഇരുട്ടിന്റെ അവസ്ഥയിലും ഹല്ലേലൂയ വേദനയുടെ അവസ്ഥയിലും ഹല്ലേലൂയ പ്രയാസങ്ങളുടെ അവസ്ഥയിലും സുവിശേഷ വിരോധികളാൽ ഹല്ലേലൂയ ഉപദ്രവങ്ങൾ ഏർപ്പെട്ടിട്ടും ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ജനത്തെ നാം കണ്ടിട്ടില്ലേ? സ്തോത്രം സ്തോത്രം സ്തോത്രം. കല്ലേറ് കിട്ടിയപ്പോഴും ഹല്ലേലൂയ സ്തെഫാനോസിന്റെ മുഖം പ്രകാശിച്ചു. ദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. ഹല്ലേലൂയ. പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, ഇല്ലാത്തവരാരുമില്ല. എന്നാൽ ക്രിസ്തു നിമിത്തം നമുക്കുണ്ടാകുന്ന പാടുകൾ അല്ലാതെ നമുക്ക് ഈ ലോകത്തിൽ നിന്നുണ്ടാകുന്ന കഷ്ടങ്ങൾ ഒക്കെയും നടുവിലും ആ ഇരുട്ടിൽ ആകാശത്ത് വെളിച്ചം പകർത്തിക്കൊണ്ട് ഹല്ലേലൂയ ഈ ഭൂമിക്ക് വേണ്ടുന്ന വെട്ടം തന്നുകൊണ്ട് നിൽക്കുന്ന ഒരു ചന്ദ്രനെ പോലൊരു സൗന്ദര്യം. ഹല്ലേലൂയ പ്രിയ ദൈവജനമേ, നിന്റെ കഷ്ടതയുടെ മധ്യത്തിലും അവൻ നിന്റെ സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു കാന്തനാണ് നമുക്കുള്ളത്. ഉടരമനക ശാന്തരേതന അദ്ദൽ പ്രൗഢമരികസ്യാരകതരമനക. ഇരുട്ട് മാറി വെളിച്ചമുണ്ടാകുന്നത് പോലെ ഹല്ലേലൂയ ഒരു പുതിയതിലേക്ക് പ്രവേശിക്കുന്ന തന്റെ കാന്തയുടെ സന്തോഷം കണ്ട്, തന്റെ കാന്തയുടെ വെളിച്ചവും ആ ഹല്ലേലൂയ ശോഭയും കണ്ട് ആസ്വദിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ അങ്ങനെ ഒരു കാന്തനാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ അടുത്തത് പറയുന്നു സൂര്യനെ പോലെ നിർമ്മലത. ഹല്ലേലൂയ സ്തോത്രം. സൂര്യന് യാതൊരു കപടവുമില്ല. അവനെ ആക്കി വെച്ചിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെതായ പ്രാഗൽഭ്യത്തോടു കൂടെ ഹല്ലേലൂയ എത്രത്തോളം ചൂട് കൊടുക്കണമെന്ന് സ്വർഗം അതിന് കൽപ്പന ഇട്ടിട്ടുണ്ടോ ആ കൽപ്പന പ്രകാരം ഭൂമിയിലേക്ക് തന്റെ കിരണങ്ങളെ പതിപ്പിക്കുന്നത് പോലെ അല്പം പോലും ഹല്ലേലൂയ ആരോടും അത് ഹല്ലേലൂയ എന്ത് ചെയ്യാറില്ല. ഹല്ലേലൂയ സ്തോത്രം. മുഖപക്ഷം കാണിക്കാറില്ല. ഇവിടെ കുറച്ച്, അവിടെ കുറച്ച്, അമേരിക്കയുടെ ഭാഗത്ത് കുറച്ച് കൊടുക്കാം, ഇന്ത്യയുടെ ഭാഗത്ത് കൂടുതൽ കൊടുക്കാം, അങ്ങനെയൊന്നുമില്ല. അത് ഉദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ചൂട് കൊടുക്കുന്ന അനുഭവം. പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനകളെ വിട്ട് ഇടം വലം മാറാതെ ഹല്ലേലൂയ ചൂട് നൽകുന്ന സുവിശേഷവുമായി നിൽക്കുവാൻ നീ തയ്യാറാണെങ്കിൽ നിന്നെ കണ്ടു പറയുന്ന ഒരു വാക്കാണ് നിർമ്മലതയുള്ളവൾ. നീ നിഷ്കളങ്കമുള്ളവൾ. എന്റെ മണവാട്ടി നിർമ്മലതയുള്ളവളാ. അവൾ എന്റെ വാക്കുകളെ അല്പം പോലും മാറ്റുകയില്ല. യോശുവയോട് പറഞ്ഞതുപോലെ നിന്റെ ജീവകാലത്തിൽ ഒരിക്കലും നീ പ്രമാണം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിന്റെ മുൻപിൽ ഒരു മനുഷ്യനും നിൽക്കാൻ കഴിയുകയില്ല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കേ. ഈ നട്ടുച്ച നേരത്ത് നമുക്ക് സൂര്യന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ?
സൂര്യനെ ഒന്ന് ആകാശത്തേക്ക് നോക്കി ഒന്ന് കണ്ണു തുറന്ന് നോക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ദൈവം അതിന് കൊടുത്തിട്ടുള്ള ആ ഒരു ദൗത്യത്തെ അത് അതിന്റെ പൂർണ്ണതയോടെ ചെയ്യുന്ന ഒരു സ്വഭാവം സൂര്യനുണ്ട്. ഹല്ലേലൂയ. ചൂടേറിയ സുവിശേഷം കൊടുക്കേണ്ടതുപോലെ കൊടുക്കുവാൻ, ദൈവത്തിന്റെ പ്രമാണത്തെ പ്രമാണിക്കേണ്ടതുപോലെ പ്രമാണിക്കുവാൻ തക്കവണ്ണം ദൈവകരങ്ങളിൽ നമ്മളെ നിർത്തുകയാണെങ്കിൽ നിന്നെയും എന്നെയും നോക്കി അവൻ വിളിക്കുന്നവര് ഹല്ലേലൂയ സ്തോത്രം വിളിയുണ്ട്. നിർമ്മല കന്യക, നിർമ്മല കന്യക, ശോഭയുള്ളവൾ, സൗന്ദര്യമുള്ളവൾ, ഹല്ലേലൂയ എന്നിട്ട് പറയുകയാണ് കൊടികളോട് കൂടിയ സൈന്യം പോലെ ഭയങ്കരത്വമുള്ളവൾ. കൊടികളോട് കൂടിയ സൈന്യം. എന്ത് കൊടിയാണ്? ഉത്തമഗീതത്തിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു സ്നേഹത്തിന്റെ കൊടി. ഹല്ലേലൂയ 8-ാം അധ്യായത്തിൽ പറയുന്നു സ്നേഹത്തിന്റെ കൊടി. ആ കാൽവറിയിലെ സ്നേഹത്തിന്റെ കൊടി നീയും ഞാനും ഹല്ലേലൂയ സ്തോത്രം പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ, ഹല്ലേലൂയ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനുള്ള ദൈവജനമേ, നിന്നെ നോക്കി പറയുന്നതുണ്ട് കൊടികളോട് കൂടിയ ഒരു സംഘത്തെ ഞാൻ കാണുന്നു. ഹല്ലേലൂയ നിന്റെ കയ്യിൽ സ്നേഹത്തിന്റെ കൊടിയുണ്ട്. ആ കാൽവറിയിലെ രക്ഷയുടെ കൊടി നിന്റെ കരങ്ങളിലുണ്ട്. ആ കൊടി അവൻ കാണുകയാണ്. സ്നേഹത്തിന്റെ കൊടി, നിന്നോട് കൂടെ പ്രാർത്ഥിക്കുന്നവരോടുള്ള സ്നേഹം, നിന്റെ ഭവനത്തിനകത്ത് ദൈവ സ്നേഹം, നിന്റെ സഭയ്ക്കകത്ത് ദൈവ സ്നേഹം, സ്നേഹത്തോട് കൂടിയ നിന്റെ ഹല്ലേലൂയ ജീവിതത്തെ അവൻ മറ്റുള്ളവർക്ക് എടുത്തുകാട്ടാക്കി ഒരു കൊടിയായി നിർത്തുമ്പോൾ, ഇന്ന് പകൽക്കാലം അതിനൊത്തവണ്ണം മണവാട്ടിയ സഭ നമ്മളായി തീരുവാൻ തക്കവണ്ണം സ്വർഗം ആഗ്രഹിക്കുകയാണ്. സ്തോത്രം, 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 സ്തോത്രം. എത്ര പേർ ഇന്ന് പ്രഭാതത്തെ സമർപ്പിക്കും? കർത്താവേ, എനിക്ക് അങ്ങനെ ഒരു മണവാട്ടിയായി നിന്റെ വരവിങ്കൽ ഞാൻ കാണപ്പെടണം. ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഹല്ലേലൂയ പുറപ്പെട്ടു വരുമ്പോൾ, ഹല്ലേലൂയ കോടാകോടി ദൂതന്മാരുമായി കടന്നു വരുമ്പോൾ, ഹല്ലേലൂയ ഇവിടെ കയറി വരിക എന്നൊരു ദൈവ ശബ്ദം നിന്റെ ചെവിയിൽ ധരിച്ചില്ലെങ്കിൽ നീ ഈ പ്രഭാതത്തിൽ കുത്തിയിരിക്കുന്നത് വെറുതെ എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക. ഹല്ലേലൂയ സ്തോത്രം. നിന്നിൽ ഒരു സൗന്ദര്യം അവൻ കാണണം. നിന്നിൽ ഒരു ഹല്ലേലൂയ ശോഭ അവൻ കാണണം. നിന്നിൽ ഒരു നിർമ്മലത്വം അവൻ കാണണം. ഹല്ലേലൂയ സ്തോത്രം. സ്നേഹത്തിന്റെ കൊടിയായി നീ ഭൂമിയിൽ ഹല്ലേലൂയ ഉയർന്നു നിൽക്കുവാൻ ഹല്ലേലൂയ സാധിക്കുമെങ്കിൽ, ഹല്ലേലൂയ സ്തോത്രം, അവൻ വിളിക്കുന്ന വിളിയുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടവളെ, എന്റെ പിതാവിന്റെ ഹല്ലേലൂയ സ്തോത്രം രാജ്യത്ത് ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരുക്കിയ ഒരു രാജ്യമാണ്. അവിടേക്ക് നീ പ്രവേശിക്കുക. എത്ര പേർ അതിനായി കാത്തിരിക്കുന്നു? എത്ര പേർ അതിനായി ഒരുങ്ങിയിരിക്കുന്നു? ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ സ്തോത്രം. അരുണോദയം പോലെ ഹല്ലേലൂയ ശോഭയുള്ളവളായി, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ളവളായി, ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ സൂര്യനെ പോലെ നിർമ്മലതയോടുകൂടെ, ഹല്ലേലൂയ കൊടികളോട് കൂടിയ സൈന്യമായി നിൽക്കുവാൻ സ്വർഗം ഇന്ന് പ്രഭാതത്തിൽ ഒന്നുകൂടെ ഈ ഗ്രൂപ്പിലുള്ള ഈ കൂട്ടായ്മയിലുള്ളവരോട് ഒരു ഹല്ലേലൂയ സ്തോത്രം വിളി, ഹല്ലേലൂയ ഒരു ആഹ്വാനം ദൈവജനത്തിലേക്ക് നടത്തുമ്പോൾ, ഇന്ന് പകൽക്കാലം അവന്റെ വിളിക്ക് നേരായി ഒരു ഒരുക്കത്തിന് വേണ്ടി എത്ര പേർ സമർപ്പിക്കും? അവൻ നമ്മുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സുഗന്ധ സസ്യങ്ങളുടെ തടത്തിലേക്ക് അവൻ ഇറങ്ങി വന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? അവിടെ ഹല്ലേലൂയ സ്തോത്ര ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോൾ അവിടെ അതിന്റെ താഴെ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എനിക്ക് ജനവുമായിരിക്കും. നിങ്ങൾ എന്റെ ജനമായിരിക്കണം. നിങ്ങൾ എന്റെ ജനമായിരിക്കണം. ഹല്ലേലൂയ. ഈ 7 മണിക്ക് ഈ പ്രഭാത പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വൈകിട്ട് അടുത്ത 7:30 മണിക്കുള്ള പ്രാർത്ഥന വരുന്നതിന്റെ ഇടയിൽ ഹല്ലേലൂയ വേറെ എങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. സ്തോത്രം. ചിന്തകൾ മാറിപ്പോകരുത്. ഹല്ലേലൂയ ജീവിതത്തിന്റെ ശൈലി മാറിപ്പോകരുത്. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. അല്പം പ്രയാസമുള്ളതാണ് ക്രിസ്തുവുമായി ചേർന്നുള്ള ജീവിതം. ഒരു വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ളതാണ്. ഇതിനകത്ത് ഹല്ലേലൂയ പല പല കാര്യങ്ങൾ പിശാചവൻ തന്ത്രപൂർവം കൊണ്ടിടും. ഹല്ലേലൂയ. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. ഹല്ലേലൂയ. അവൻ നിങ്ങളെ തോൽപ്പിക്കരുതെന്ന് പൗലോസ് വിളിച്ചു പറയണമെങ്കിൽ, പ്രിയ ദൈവജനമേ, ഈ 7 മണി കഴിഞ്ഞ് അങ്ങോട്ട് മാറുമ്പോൾ ഹല്ലേലൂയ നിന്റെ
ജീവിതത്തിനകത്ത് നീ പ്രാപിച്ചെടുത്ത പുതിയത്, അത് ഹല്ലേലൂയ സ്തോത്രം, നിന്റെ കൂടെ ദൈവമായും നീ അവന്റെ ജനമായും ഇരിക്കത്തക്കവണ്ണമുള്ള ഒരു ജീവിത രീതിയിൽ നീ കടന്നു പോകേണ്ടത് ആവശ്യമാണ്. എപ്പോഴും നിന്റെ ചിന്ത, എന്നെ കരം പിടിച്ചിരിക്കുന്ന ഒരുവനുണ്ട്, ആനോക്ക് അവനോട് കൂടെ സഞ്ചരിച്ചതുപോലെ, ഹല്ലേലൂയ നോഹ ദൈവത്തോട് കൂടെ സഞ്ചരിച്ചതുപോലെ, ഹല്ലേലൂയ പൗലോസ് ദൈവത്തോട് കൂടെ ആയിരുന്നത് പോലെ, ഓ റിഖറമന ശാന്തരാധന, ഹല്ലേലൂയ സ്തോത്രം, അവനോട് കൂടെ ആയിരിക്കാൻ. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ ഇങ്ങനെ വചനം ധ്യാനിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു വചനമുണ്ട്. ഹല്ലേലൂയ 1 ശമൂവേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ അവസാന വചനങ്ങളിൽ ഇങ്ങനെ പറയുന്നു. ശമൂവേലിനെ കുറിച്ച് പറയുക, അവൻ വളർന്നു, യഹോവയായ ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു, അവന്റെ കയ്യിൽ നിന്ന് ദൈവത്തിന്റെ വചനം ഒന്നുപോലും നിഷ്ഫലമായി പോയില്ല. സ്തോത്രം. എല്ലാരും ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. രാവിലെ ഏതായാലും ഉറക്കം ഉണർന്നിരിക്കുമല്ലേ, നല്ലൊരു ഉത്സാഹത്തോടെ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ നേരിട്ടുള്ള ഒരു കൂട്ടായ്മയായിരുന്നെങ്കിൽ എല്ലാവരുടെയും തലയെ കൈവച്ച് ഒന്ന് പറഞ്ഞേനെ, ഒന്ന് സ്തോത്രം പറയാൻ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്തുതിയും സ്തോത്രങ്ങൾ കരയേറ്റുമ്പോഴാണ് ഈ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന പ്രിയൻ ഒരു സന്തോഷം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അവൻ ചിലതിനെ പറിക്കാനായിരിക്കും വന്നിരിക്കുന്നത്, പക്ഷെ ഇവിടെ വന്നുള്ള ആ മന്ദത കാണുമ്പോഴത്തേക്ക് പിന്നെ പുള്ളി വിചാരിക്കും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാമെന്ന് വിചാരിക്കും. ഹല്ലേലൂയ സ്തോത്രം. നമുക്കത് വേണ്ട. ഹല്ലേലൂയ. എപ്പോഴും നമ്മുടെ ഇടയിൽ അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കണം. അപ്പോൾ ഹല്ലേലൂയ ശമൂവേലെ കുറിച്ച് അവിടെ പറയാണ്, അവന്റെ കയ്യിൽ കൊടുത്ത വചനം ഒന്നും എന്ത് ചെയ്തില്ല, നിഷ്ഫലമായില്ല. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, അത് ഒന്നുപോലും നിലത്ത് വീണില്ല. സ്തോത്രം. അതൊന്നുപോലും നിലത്ത് വീണില്ല. അവന്റെ കരത്തിൽ കൊടുത്തതെല്ലാം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ബീന സിസ്റ്റർ ഓരോ ദിവസവും 2 പേരെ വീതം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് ഹല്ലേലൂയ ദൈവവചനം ധാന്യം ഇറക്കുകയാ. ഹല്ലേലൂയ യോസഫ് എല്ലായിടത്തുനിന്നും ഹല്ലേലൂയ വാങ്ങിച്ച് ധാന്യം കളപ്പുരയിൽ ശേഖരിച്ചതുപോലെ ഇറക്കുകയാ ദൈവജനത്തിന് വേണ്ടി. ഹല്ലേലൂയ. പക്ഷെ നിങ്ങളത് കേട്ടിട്ട് വിട്ടിട്ട് പോകരുത്. ഇവിടെ തന്നെ അങ്ങ് ഇട്ടിട്ട് പോകരുത്. ഉടാറമനക ശാന്തരേതന അദ്ദ പ്രൗഢപരികസ്യ. 1 മാസത്തിന് മുൻപ് പറഞ്ഞ വചനമായാലും അത് ഹല്ലേലൂയ പറയാൻ നമ്മൾ അത് നമ്മൾ ഹല്ലേലൂയ സ്തോത്രം ധ്യാനിക്കുമ്പോൾ അതിനുള്ള വിടുതൽ നമ്മൾ പ്രാപിച്ചിട്ട് സാക്ഷ്യം പറയണം. ഹല്ലേലൂയ. എന്തിനാ നമ്മൾ വചനം കേൾക്കുന്നത്? വചനമാണ് നമ്മുടെ ജീവിതത്തിൽ സൗഖ്യം തരുന്നത്. വചനമാണ് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ മാറ്റുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു പ്രവാചകൻ അല്ലെങ്കിൽ ഞാൻ പ്രവാചകിയൊന്നും അല്ല കേട്ടോ. ഞാൻ ഒരു പ്രവാചകി ഇങ്ങോട്ട് കടന്നു വന്നിട്ട് 2 ദൂത പേര് വിളിച്ച് പറയുമ്പോൾ ഹല്ലേലൂയ നമ്മുടെ വിചാരം എല്ലാ പ്രശ്നവും അവിടെ തീർന്നെന്ന്. 5 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ആ മുഴ ഇപ്പോഴും അവിടെ തന്നെ ഇരിപ്പുണ്ടെന്ന്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എന്നാ മുഴ മാറണോ? വചനത്തിന്റെ ശക്തി നിന്റെ അകത്തേക്ക് തുളച്ചു കയറണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കർത്താവേ, പൗലോസിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു, പൗലോസ് വചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അസാധാരണമായ വീര്യപ്രവർത്തികൾ അവിടെ സംഭവിച്ചു. അവന്റെ വസ്ത്രത്തിന്റെ ഹല്ലേലൂയ തൊട്ട് അനേകർ സൗഖ്യമായി. അതുപോലെ ഒരു ആത്മശക്തിയിൽ ദൈവവചനം ശുശ്രൂഷിപ്പാൻ ഒരു കൃപ. ദൈവവചനത്താൽ ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ദൈവജനമേ. ദൈവവചനത്തെ നീ മുറുകെ പിടിക്കുകയാണെങ്കിൽ, നീ കേൾക്കുന്ന വചനം ഹല്ലേലൂയ നീ ശക്തിയോടെ ഏറ്റെടുക്കുകയാണെങ്കിൽ, അതാണ് നിന്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത്, അതാണ് നിന്റെ ജീവിതത്തെ മാറ്റുന്നത്, അതാണ് നിന്റെ ജീവിതത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നത്. അതുകൊണ്ട് ശമൂവേലിനെ എന്ത് ചെയ്തെന്നറിയാമോ? അവിടെ പറയുന്നു, വിശ്വസ്ത പ്രവാചകനായി. ദാൻ മുതൽ ബർശേബ വരെ വിശ്വസ്ത പ്രവാചകനാക്കി മാറ്റി. മാത്രമല്ല അവസാനത്തെ വചനത്തിൽ പറയുന്നു, ഹല്ലേലൂയ ഹല്ലേലൂയ ആലയ പ്രകാരത്തിൽ വെച്ച് ശീലോവിൽ വെച്ച് ഹല്ലേലൂയ സ്തോത്രം ശമൂവേലിന് ദൈവം പ്രത്യക്ഷനായതുപോലെ വീണ്ടും വീണ്ടും പ്രത്യക്ഷനായി. നിങ്ങൾ വായിച്ചു നോക്കണം. അങ്ങനെയാണ് പറയുന്നത്, വീണ്ടും വീണ്ടും പ്രത്യക്ഷനായി. അപ്പൊ അവൻ എന്ത് ചെയ്തു? അവന്റെ കയ്യിൽ കർത്താവ് കൊടുത്ത ദൗത്യത്തിൽ അവൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്തില്ല. ഒരു വിട്ടുവീഴ്ചയും അവൻ ചെയ്തില്ല. അവന്റെ കയ്യിൽ കൊടുത്ത വചനം ഏലിയോടാണോ പറയേണ്ടത്? ഏലിയോട് പറയും. ഏലിയുടെ മക്കളോടാണോ പറയേണ്ടത്? അവൻ പറയും. ഇനി ശൗലിനോടാണോ പറയേണ്ടത്? പറയും. രാജാവാക്കുവാൻ പോകുന്നെന്ന് പറഞ്ഞ
ദൂത് കൊടുത്തത് ഹല്ലേലൂയ ശമൂവേല. എന്നാൽ അതേ ശൗലിനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് രാജത്വം എടുത്ത് മറ്റൊരുത്തന് കൊടുത്തു. ഹല്ലേലൂയ പറയുവാൻ ഒരു ധൈര്യം, ഹല്ലേലൂയ ദൈവത്തിന്റെ അരുളപ്പാടുകളെ അതുപോലെ പറയുവാൻ ഒരു ധൈര്യം ഞാനും നീയും കാണിക്കുകയാണെങ്കിൽ നിന്നെയും എന്നെയും സ്വർഗം വിളിക്കുന്ന ഒരു പേരുണ്ട്, വിശ്വസ്ത പ്രവാചകൻ. മാത്രമല്ല വീണ്ടും വീണ്ടും അവൻ നിനക്ക് പ്രത്യക്ഷനാകുകയാ. വീണ്ടും വീണ്ടും പ്രത്യക്ഷനാകുന്ന എന്തിനാണെന്നറിയാമോ? ചില പുതിയത് നിന്റെ കയ്യിലോട്ട് തരുവാൻ, ചില പുതിയത് നിന്റെ കയ്യിലോട്ട് തരുവാൻ. അവൻ നിനക്ക് ദൈവമായിരിക്കാൻ, നീ അവന് ജനമായിരിക്കാൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് 13-ാമത്തെ വചനം, ലേവ്യ പുസ്തകം 26:13 സമയം കടന്നുപോയല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. 13-ാമത്തെ വചനത്തിൽ പറയുന്നു, നിങ്ങൾ മിസ്രയീമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. അടിമനുഖത്തിലിരുന്ന് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവം, ആ ദൈവമാണ് നിന്റെ ഇടയിൽ സഞ്ചരിക്കുന്നത്, ആ ദൈവമാണ് നിന്റെ ഇടയിൽ വസിക്കുന്നത്. ഹല്ലേലൂയ. എബ്രായർ എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 14 വചനങ്ങളിൽ പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം. മരണപര്യന്തം അടിമകളായിരുന്ന, ജീവപര്യന്തം അടിമകളായിരുന്ന നമ്മളെ പിശാചിന്റെ അടിമനുഖത്തിലിരുന്ന്, ഹല്ലേലൂയ, സ്തോത്രം, അവന്റെ മരണത്തിനാല് നമ്മളെ വിടുവിച്ചവനാകിയ ദൈവം ഇതാ പറയുകയാ, ഞാൻ നിന്റെ ഇടയിൽ വസിക്കുകയാ, ഞാൻ നിന്റെ ഇടയിൽ സഞ്ചരിക്കുകയാ, എന്റെ നിവാസം നിന്റെ ഇടയിലാ. മരണത്തെ ജയിച്ചവൻ, മരണമെന്ന അടിമനുഖത്തിലിരുന്ന് പാതാളം, മരണം, ഹല്ലേലൂയ, തീപ്പൊയ്ക, ഹല്ലേലൂയ, നിത്യ നരകം, നിത്യ യാതന എന്ന അടിമനുഖത്തിലിരുന്ന്, ഹല്ലേലൂയ, കാൽവറിയുടെ രക്തത്താൽ നിന്നെ വീണ്ടെടുത്ത് നിന്നെ ക്രിസ്തു യേശുവിൽ സ്വതന്ത്രമാക്കിയ ആ കർത്താവിന്റെ സാന്നിധ്യം, ആ ദൈവം നിന്റെ ഇടയിൽ സഞ്ചരിക്കുകയാണ്. ആ ദൈവമാലിന്റെ ഭവനത്തിൽ വസിക്കുന്നത്. അവിടെ പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഒടിച്ച്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എവിടോ പിന്നെയും പോയി എന്ത് ചെയ്യപ്പെട്ടു? അടിമനുഖത്തിൽ കയറി തല കുനിച്ചു കൊടുത്തു, വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നതാ. ഹല്ലേലൂയ. മരണപര്യന്ത അടിമനുഖത്തിലിരുന്ന് നിന്നെ കൊണ്ടുവന്നതാ. നിനക്ക് രക്ഷയുടെ വസ്ത്രം അണിയിച്ചതാ, രക്ഷയുടെ ശിരസ്ത്രം നിന്റെ തലയിൽ വെച്ചതാ. പക്ഷേ എവിടോ കൊണ്ടുവന്ന് തല കുനിച്ചു കൊടുത്ത് ഒരു നുകം കഴുത്തിലിട് വെക്കപ്പെട്ടു. റിമാനഹശാന്തരേതന, നിന്റെ തല കുനിച്ച ഇടം, നീ വീണ്ടും ശത്രുവിനെ അടിമയാക്കിയ ഇടം. ഹല്ലേലൂയ, നീ തിരിച്ചറിഞ്ഞ് ഈ പ്രഭാതത്തിൽ നിന്നെ ഒരു മാനസാന്തരത്തിന് ഏൽപ്പിക്കുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിടെ എഴുതുകയാണ്, നിന്റെ നുകക്കൈകളെ ഞാൻ ഒടിച്ചു കളഞ്ഞിട്ട് നിന്നെ നിവർന്ന് നടക്കുമാറാക്കും. ദൈവജനമേ, നിന്നെ തല കുനിച്ചിരിക്കുന്നത് ഏത് മണ്ഡലത്തിലാണ്? ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ സാമ്പത്തികത്തിലാണോ നിന്റെ തല കുനിയപ്പെട്ടിരിക്കുന്നത്? നിന്റെ തലമുറകളാണോ നിന്റെ തല കുനിയപ്പെടുവാൻ ഹല്ലേലൂയ കാരണമായി തീർന്നത്? അതോ നിന്റെ പ്രാർത്ഥന കുറവാണോ? നിന്റെ ആരാധന കുറവാണോ? നിന്റെ രോഗമാണോ? നിന്റെ ശരീരത്തിന്റെ ബലഹീനതയാണോ? നിനക്ക് ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ദൈവവചനം കേട്ട് അതിൻ്റെതായ വിടുതലേറ്റെടുക്കുവാനും തടസ്സമായി നിന്റെ തല താഴ്ത്തപ്പെട്ടിരിക്കുന്നത്, ഇന്ന് രാത്രി നിന്നെ ദൈവം വിടുവിക്കുകയാ. നിന്റെ തലയെ നിവർന്ന് നിൽക്കുമാറാക്കുന്നവൻ ഉടറമനശാന്തരേതന, അവൻ നമ്മുടെ ഇടയിൽ സഞ്ചരിക്കുന്നത് വെറുതെയല്ല. ജീസസ്, അവൻ നിന്റെ ഇടയിൽ വസിക്കുന്നത് ഒന്നിനും വേറൊന്നിനുമല്ല. നിന്റെ തല നിവർത്തണം, നിന്റെ തലയെ അവനൊന്ന് നിവർത്തണം, നിന്റെ തലയെ അവനൊന്ന് നിവർത്തണം. നിന്നെ ഒന്ന് പുതിയതാക്കിയിട്ട് ഹല്ലേലൂയ, നിന്നെ അപവാദം പറയുവാനും നിന്നെ നിന്ദിക്കുവാനും നിന്നെ കുറ്റം ചുമത്തുവാനും നിന്റെ നേരെ വിരൽ ചൂണ്ടുവാനും പല കാരണങ്ങൾ കൊണ്ടിട്ട് നിന്റെ ജീവിതത്തെ തകർത്തു കളയുവാൻ നോക്കുന്ന പൈശാചിക മേഖലകളുടെ നടുവിൽ, മാത്രമല്ല നിന്നെ വിഴുകുവാൻ നോക്കുന്ന മനുഷ്യപുത്രന്മാരുടെ മുമ്പിൽ നിന്റെ തലയെ നിവർന്നു നിൽക്കുമാറാക്കുന്ന, നിന്റെ തലയെ കുനിപ്പിച്ച നുകക്കൈകളെ ഒടിച്ച് എല്ലാവരും വാ തുറന്നൊന്ന് പറഞ്ഞാട്ടെ, നുകക്കൈകളെ ഒടിച്ച്. ഇന്ന് പ്രഭാതത്തിൽ ചില നുകക്കൈകൾ ഒടിയുകയാ, ചില നുകക്കൈകൾ ഒടിയുകയാ. ഉടരമനക ശാന്തരാധന, ഹല്ലേലൂയ, രോഗമെന്ന നുകക്കൈ ഒടിഞ്ഞു മാറുകയാ. ഉടവരമനകത്യ, സാമ്പത്തിക മണ്ഡലത്തിലുള്ള ശൂന്യത എന്ന നുകക്കൈ ഒടിഞ്ഞു മാറുകയാ.
നീ വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണും. ഓ റിബാലബറഖ, നിന്നിൽ നിന്ന് ഉയരുന്ന മരണത്തിന്റെ വാസനയെന്ന് നുകക്കൈ ഒടിഞ്ഞു മാറുകയാ. തലമുറകളുടെ മേലുള്ള അനുസരണക്കേടുകളെന്ന് ആലലിയ ഭാവിക്ക് വിരോധമായി ബ്ലോക്ക് ഇട്ട് നിൽക്കുന്ന ചില നുകക്കൈകൾ ഈ പ്രഭാതത്തിൽ ഒടിഞ്ഞു മാറുകയാ. അന്തരാധന നിന്റെ ആലലിയ ജീവിതത്തിന്റെ നന്മകൾക്ക് വിരോധമായി പോരിട്ട് നിൽക്കുന്ന ശത്രുവിന്റെ ചില നുകക്കൈകൾ ഇന്ന് ഒടിഞ്ഞു മാറുകയാ. എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? ആലലിയ എന്റെ നുകക്കൈകളെ അവൻ ഒടിച്ചു മാറ്റുകയാ, ഒടിച്ചു മാറ്റുകയാ, ഒടിച്ചു മാറ്റുകയാ. ആത്മാവിലെല്ലാരും ഒന്ന് ജയമെടുത്താട്ടെ, ആത്മാവിലെല്ലാരും ഒന്ന് സടകുടഞ്ഞെഴുന്നാറ്റാട്ടെ. അവൻ നിന്റെ ഇടയിൽ വസിച്ചു കൊണ്ടിരിക്കുക, അവൻ നിന്റെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? നിന്നിൽ ഒരു പുതിയത് പകർന്നിട്ട് നിന്നെ ഹാലലിയ ഈ ലോകത്തിന്റെ മുൻപിൽ ഒന്ന് നിവർത്തി നിൽക്കുവാൻ. കുനിഞ്ഞ തലങ്ങളെ നിവർത്തി നിൽക്കുമാറാക്കുന്നവൻ, നിവർത്തി നിൽക്കുമാറാക്കുന്നവൻ. ഉടനമനകസ്യ അരുണോദയം പോലെ ശോഭയുള്ളവരാക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ചന്ദ്രനെ പോലെ സൗന്ദര്യമുള്ളവളാക്കുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. സൂര്യനെ പോലെ ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, നിർമ്മലതയുള്ളവളാക്കുവാൻ. കൊടികളോട്, സ്നേഹത്തിന്റെ കൊടിയോട് കൂടിയ ആ ഒരു സൈന്യം പോലെ ഒന്ന് നിന്നെ നിർത്തുവാനായിട്ട് നിന്നെ ഹല്ലേലൂയ അവൻ നിന്റെ ഇടയിൽ വരുമ്പോൾ നിന്നെ കുനിപ്പിച്ചു നിർത്തിയിരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ടല്ലോ. ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ, നിന്നെ കുനിയിപ്പിക്കുന്ന, നിന്നെ തലനുവരുവാൻ വിടാതെ കൊണ്ട് നിന്നെ അസഹ്യപ്പെടുത്തുന്ന, നിന്റെ നേരെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ചിലതിനെ ഇന്ന് പകൽകാലം സ്വർഗം ഒട്ടിക്കുകയാ. ഈ പ്രഭാതത്തെ സ്വർഗം ഒട്ടിക്കുകയാ. ഉടരമനക ശാന്തരാധന അന്തൽ പ്രൗഢപരിഹസ്യ നിന്റെ തലയെ നിവർക്കുവാൻ തക്കവണ്ണ പരിശുദ്ധാത്മാവ് നിന്നിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. കണ്ണുകൾ അടയ്ക്കാമോ? ദൈവസന്നിധിയിൽ കണ്ണുകൾ അടയ്ക്കാമോ? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാമോ? കർത്താവേ, കർത്താവേ, എന്റെ തലയൊന്ന് നിവരണം, എന്റെ തലയൊന്ന് നിവരണം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ പാടുന്നുണ്ട്, ഞാൻ കൂട്ടായ്മ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഹല്ലേലൂയ സ്തോത്രം ചർച്ചിൽ പോകുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ എന്റെ തല കുനിഞ്ഞിരിക്കുന്ന കർത്താവേ, എവിടെയൊക്കെയോ നിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല കർത്താവേ. ഞാൻ വീണ്ടെടുക്കപ്പെട്ടതാ, ഞാൻ രക്ഷിക്കപ്പെട്ടതാ, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ സ്നാനപ്പെട്ടതാ, ഹല്ലേലൂയ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവളാ. പക്ഷേ എവിടെയോ എന്നും തല നിവർക്കുവാൻ കഴിയാതെ ചിലതെന്നെ കുനിപ്പിക്കുമ്പോൾ ഈ പകൽകാലം നിന്റെ സാന്നിധ്യത്തിനകത്ത് ഞാനൊരു വിടുതൽ പ്രാപിക്കുവാൻ എന്നെ തന്നെ സമർപ്പിക്കുന്ന കർത്താവേ. ജനത്തെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പ പകൽകാലപ്പ ചില പഴയത് പുറത്തു കളഞ്ഞ് ഒരു പുതിയ കലവറയായി, ഒരു പുതിയ കളപ്പുരയായി മാറി അതിൽ പുതിയ ധാന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ് ഒരു ജീവിത അനുഭവങ്ങളിലേക്ക്, ഒരു ഉയർച്ചയിലേക്ക് വഴി നടക്കുവാൻ തക്കവണ്ണം നീ നിന്റെ ജനത്തിന്റെ ഇടയിൽ സഞ്ചരിച്ച് അവരുടെ കർത്താവേ ഹല്ലേലൂയ ചില നുകക്കൈകളെ ഒടിച്ച്, ചില മുഖങ്ങളുടെ കൈകളെ ഒടിച്ച് നിന്റെ കുഞ്ഞുങ്ങളെ നീ സ്വതന്ത്രമാക്കി നിവർന്നു നടക്കുമാറാക്കണമേ. ഒരു അരുണോദയം പോലെ ശോഭയുള്ളവരായി തീരട്ടെ, സൂര്യനെ പോലെ നിർമ്മലതയുള്ളവരായി തീരട്ടെ, ചന്ദ്രനെ പോലെ ഹല്ലേലൂയ സൗന്ദര്യമുള്ളവരായി, ഹല്ലേലൂയ കൽവാരിയുടെ സ്നേഹത്തിന്റെ കൊടികളായി അവർ തീരട്ടെ. പരിശുദ്ധാത്മാവേ, നീ ഈ സസ്യങ്ങളുടെ സൗരഭ്യവാസനയുള്ള സസ്യതടങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ മനോഹരമായ പൂക്കളായി, നിന്നെ സന്തോഷിപ്പിക്കുന്ന വിശിഷ്ട ഫലമുള്ളവர்களായി അവർ ഹല്ലേലൂയ എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ അവരുടെ ആത്മീക ജീവിതത്തെ, അവരുടെ ഭൗമിക ജീവിതത്തെ, അവരുടെ എല്ലാ തലങ്ങളിലും സ്വർഗത്തിന്റെ ദൈവത്തിന്റെ കരസ്പർശനം ഉണ്ടാകുവാൻ അടിയറങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രഭാതം അവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ, ഒരു സാക്ഷ്യമായി തീരട്ടെ. ഹല്ലേലൂയ പല വിഷയങ്ങൾക്ക് ഹല്ലേലൂയ അവർക്ക് വിടുതലായി തീരട്ടെ, രോഗികൾക്ക് സൗഖ്യമായി മാറട്ടെ, ഉത്സാഹമില്ലാത്തവർക്ക് ഉത്സാഹമുണ്ടാകട്ടെ, സന്തോഷമില്ലാത്തവർക്ക് സന്തോഷമുണ്ടാകട്ടെ, സമാധാനമില്ലാത്തവർക്ക് സമാധാനമുണ്ടാകട്ടെ, സാമ്പത്തിക മണ്ഡലത്തിൽ ഞെരുങ്ങുന്നവർക്ക് സാമ്പത്തിക മണ്ഡലത്തിൽ ഒരു ബ്രേക്ക് ത്രൂ നീ കൽപ്പിക്കണമേ. അപ്പോൾ തന്നെ തലമുറകളുടെ മേൽ ഒരു ദൈവിക വിടുതൽ കൽപ്പിക്കണമേ. പ്രത്യേകിച്ച് നിന്റെ
ദാസിയെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ശുശ്രൂഷയുടെ തലത്ത് ഇന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ആ യോശുവയോടുകൂടെ ഇരുന്നതുപോലെ ആരും തന്റെ മുൻപിൽ നിൽക്കുവാൻ അനുവദിക്കാതെ വണ്ണമുള്ള ഒരു ദൈവിക ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ നിന്റെ ദാസിയെയും കൂട്ടായ്മയും സഭയെയും നീ ഒരുക്കുമാറാകണമേ. കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, 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 ആമേൻ. ഹല്ലേലൂയ. സത്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങി വരുന്നവൻ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ മറന്നു പോകരുത്. അല്പനിമിഷം വചനം കേട്ടു, ഇത് കഴിഞ്ഞിട്ട് അടുത്ത വചനത്തിന് വേണ്ടി ഒരുങ്ങിക്കോ. പക്ഷെ ഇതും കൂടെ അതിന്റെ കൂട്ടത്തിൽ ചെന്ന് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഒന്ന് മിക്സ് ആക്കിക്കൊണ്ട് നമ്മൾ പ്രാപിക്കുവാൻ തയ്യാറുള്ളവരായി ഹല്ലേലൂയ എഴുന്നേറ്റ് നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി തീരുവാൻ സ്വർഗം നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് ഈ വചന ശുശ്രൂഷയ്ക്കായി എന്നെ ക്ഷണിച്ച പ്രിയ കർത്തൃദാസിയോടും ഹല്ലേലൂയ കൂട്ടായ്മയിലുള്ള എല്ലാ ദൈവമക്കളോടും ഞാൻ എന്റെ നന്ദിയെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ പ്രത്യക്ഷതയിൽ ഒന്നിച്ച് കാണുവാൻ, ഇല്ലെങ്കിൽ ഹല്ലേലൂയ വരും നാളുകളിൽ വീണ്ടും ഹല്ലേലൂയ ഒരുമിച്ച് കൂട്ടായ്മ ആചരിക്കുവാൻ, കർത്താവിന്റെ ഇഷ്ടം നമ്മളിൽ നിറവേറുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നന്ദി. ആമേൻ, ആമേൻ, ആമേൻ.